ഹായ് ഓൾ, ഡബിളി റീൻഫോഴ്സ്ഡ് ബീമിൻ്റെ ഡിസൈനിൻ്റെ ഫസ്റ്റ് പ്രോബ്ലത്തിലേക്ക് നമുക്ക് പോവാം. ഓക്കെ, അപ്പോൾ അതിൻ്റെ തിയറി പോർഷൻസൊക്കെ എല്ലാവർക്കും ക്ലിയർ ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അതിൻ്റെ പ്രോബ്ലത്തിലേക്ക് നമുക്ക് പോവാം. ഡിസൈൻ എ റീൻഫോഴ്സ്ഡ് കോൺക്രീറ്റ് ബീം ഓഫ് റെക്ടാങ്കുലർ സെക്ഷൻ ഹാവിംഗ് ആൻ എഫക്റ്റീവ് സ്പാൻ ഓഫ് 5 meter. The cross-sectional dimension of the beam is 250 mm by 500 mm. The beam is carrying a load of 40 kN per meter including its own weight. Effective cover is 50 mm. Use M20 grade concrete and Fe 415 HYSD bars. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് എഫക്റ്റീവ് സ്പാൻ തന്നിട്ടുണ്ട്. ഓക്കെ, അതായത് റെക്ടാങ്കുലർ ആയിട്ടുള്ള ബീമാണ് ഇവിടെ നമ്മൾ ഡിസൈൻ ചെയ്യേണ്ടത്. അപ്പോൾ ഇവിടെ നമുക്ക് സ്പാൻ, എഫക്റ്റീവ് സ്പാൻ തന്നിട്ടുണ്ട് 5 meter. ക്രോസ് സെക്ഷണൽ ഡയമെൻഷൻ ഓഫ് ദ ബീം, അതായത് B/D തന്നിട്ടുണ്ട് 250 mm by 500. ഇവിടെ തന്നിട്ടുള്ള D എന്ന് പറയുന്നത് ഓവറോൾ ഡെപ്ത് ആണ്. എഫക്റ്റീവ് ഡെപ്ത് ആണെങ്കിൽ അവിടെ മെൻഷൻ ചെയ്യും, എഫക്റ്റീവ് എന്നുള്ളത് മെൻഷൻ ചെയ്യും. അപ്പോൾ ഇവിടെ അങ്ങനെ മെൻഷൻ ചെയ്തിട്ടില്ല, ഓവറോൾ ഡെപ്ത് ആണ്. ക്യാപിറ്റൽ D ആണ് 500, B എന്ന് പറയുന്നത് 250 ആണ്. ഓക്കെ, അപ്പോൾ ഡബിളി റീൻഫോഴ്സിൻ്റെ പ്രോബ്ലം സിംഗിൾ റീൻഫോഴ്സിൻ്റെ പ്രോബ്ലം തമ്മിൽ ക്വസ്റ്റ്യനിൽ ഉണ്ടാകുന്ന വ്യത്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഡബിളി റീൻഫോഴ്സ്ഡ് ബീമിൻ്റെ പ്രോബ്ലത്തിലാണെങ്കിൽ നമുക്ക് ഡയമെൻഷൻ തരും, ബിയും ഡിയും, അതായത് റെസ്ട്രിക്റ്റഡ് ആയിട്ടുള്ള ആ ഡയമെൻഷൻ തരും. അപ്പോൾ നമുക്ക് ഇതിൻ്റെ അകത്ത് ഡയമെൻഷനിൽ ഇനി മാറ്റം വരുത്തിയിട്ട് സേഫ് ആക്കാനുള്ള ഒരു പോസിബിലിറ്റി ഇല്ല. ഓക്കെ, അതുകൊണ്ടാണല്ലോ നമുക്ക് ഡബിളി റീൻഫോഴ്സ് സെക്ഷനിലേക്ക് പോകേണ്ടി വരുന്നത്. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻ്റെ അകത്ത് നിന്ന് തന്നെ ഒരു 90% ക്വസ്റ്റ്യൻ നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു സെക്ഷൻ പാർട്ട് ബിയിൽ വരുന്നത് കൊണ്ട് നിങ്ങൾക്ക് ഡബിളി റീൻഫോഴ്സ്ഡ് ആണെന്നുള്ളത് ഉറപ്പിക്കാം. എന്നാൽ അല്ലാതെ ഇപ്പം ജനറലായിട്ട് ഒരു സ്ഥലത്താണ് ക്വസ്റ്റ്യൻ കാണുന്നതെങ്കിൽ ഇങ്ങനെ ഡയമെൻഷൻ തന്നിട്ടുണ്ടെങ്കിൽ ഏകദേശം 90% നമുക്ക് ഡബിളി റീൻഫോഴ്സ്ഡ് ആണെന്നുള്ളത് ഉറപ്പിക്കാം. എന്നാൽ 100% ഉറപ്പിക്കുന്നത് MU ഗ്രേറ്റർ ദാൻ ME ലിമിറ്റ് എന്നുള്ള കണ്ടീഷൻ വരുമ്പോഴാണ് ഡബിളി റീൻഫോഴ്സ്ഡ് സെക്ഷനായിട്ട് നമുക്ക് ഡിസൈൻ ചെയ്യുക എന്നുള്ളത് നമ്മൾ ഉറപ്പിക്കുന്നത്, 100% ഉറപ്പിക്കുന്നത്. ഓക്കെ, അപ്പം നിങ്ങൾ മുന്നേ സിംഗിൾ റീൻഫോഴ്സിൻ്റെ പ്രോബ്ലം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അതിൽ ഡയമെൻഷൻ തന്നിട്ടുണ്ടാവില്ല. ഓക്കെ, ഇതിൽ ഡയമെൻഷൻ ഓൾറെഡി ഗിവൺ ആണ്. ഓക്കെ, ബിയും ഓവറോൾ ഡെപ്ത് ഡിയും തന്നിട്ടുണ്ട്. ദ ബീം ഈസ് ക്യാരിയിങ് എ ലോഡ് ഓഫ് 40 kN per meter ഇൻക്ലൂഡിങ് ഇറ്റ്സ് ഓൺ വെയിറ്റ്. അപ്പം ഇൻക്ലൂഡിങ് ഇറ്റ്സ് ഓൺ വെയിറ്റ് ആണ് 40 kN per meter എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇൻക്ലൂഡിങ് ഇറ്റ്സ് ഓൺ വെയിറ്റ് എന്ന് പറയുമ്പോൾ ഡെഡ് ലോഡ് പ്ലസ് ലൈവ് ലോഡാണ് 40 kN per meter തന്നിട്ടുള്ളത്, അതായത് W എന്ന് പറയുന്ന വാല്യൂ ആണ്. അപ്പോൾ ഇനി ഇതിനെ ഫാക്ടേർഡ് ലോഡാക്കി മാറ്റിയാൽ മതി. ഓക്കെ, അതായത് 1.5 മൾട്ടിപ്ലൈ ചെയ്തിട്ട് WU ആക്കി മാറ്റിയാൽ മതി. ഇവിടെ തന്നിട്ടുള്ള W ആണ്. ഓക്കെ, അതായത് ടോട്ടൽ ലോഡാണ്, ഡെഡ് ലോഡ് പ്ലസ് ലൈവ് ലോഡാണ്. അപ്പം വേറെ ഡെഡ് ലോഡ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ട കാര്യമില്ല. ഇൻക്ലൂഡിങ് ഇറ്റ്സ് ഓൺ വെയിറ്റ് എന്ന് പറഞ്ഞതുകൊണ്ട് ടോട്ടൽ ഡെഡ് ലോഡ് പ്ലസ് ലൈവ് ലോഡാണ് ഇവിടെ തന്നിട്ടുള്ള 40 kN per meter എന്ന് പറയുന്നത് W. ഓക്കെ, എഫക്റ്റീവ് കവർ 50 mm, എഫക്റ്റീവ് കവർ D ഡാഷ്, അത് നിങ്ങൾക്ക് കംപ്രഷൻ റീഇൻഫോഴ്സ്മെൻറ്റിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള എഫക്റ്റീവ് കവറായിട്ട് അസ്യൂം ചെയ്യാം. അതുപോലെ തന്നെ ടെൻഷൻ റീഇൻഫോഴ്സ്മെൻറ്റിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള എഫക്റ്റീവ് കവറായിട്ട് നിങ്ങൾക്ക് അസ്യൂം ചെയ്യാം. ഓക്കെ, യൂസ് M20 ഗ്രേഡ് കോൺക്രീറ്റ് ആൻഡ് Fe 415 HYSD ബാസ്. FCK വാല്യൂ 20 N/mm², FI വാല്യൂ 415 N/mm² എന്നുള്ളതാണ്. ഓക്കെ, ഇപ്പോൾ ഫസ്റ്റ് ഗിവൺ ഡാറ്റ എഴുതാം. എഫക്റ്റീവ് സ്പാൻ LE, എഫക്റ്റീവ് സ്പാൻ ആണ് തന്നത് 5 meter, ദാറ്റ് ഈസ് ഈക്വൽ ടു 5000 mm. B ഈസ് ഈക്വൽ ടു 250 mm. ക്യാപിറ്റൽ D ഈസ് ഈക്വൽ ടു 500 mm. ടോട്ടൽ ലോഡാണ് W ആണ് തന്നിട്ടുള്ള 40 kN per meter. D ഡാഷ് എഫക്റ്റീവ് കവർ നമുക്ക് രണ്ടിനും അസ്യൂം ചെയ്യാം 50 mm. D ഈസ് ഈക്വൽ ടു 500 - 50. ഓക്കെ, അതായത് എഫക്റ്റീവ് ഡെപ്ത് എന്ന് പറയുന്നത് നമുക്ക് എഫക്റ്റീവ് കവർ, അതായത് ടെൻസൈൽ റീഇൻഫോഴ്സ്മെൻറ്റിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള എഫക്റ്റീവ് കവർ 50 എന്നുള്ള രീതിയിൽ എടുത്തിട്ട് ഓവറോൾ ഡെപ്ത് മൈനസ് എഫക്റ്റീവ് കവർ. ഓക്കെ, 450 mm എഫക്റ്റീവ് ഡെപ്ത് നമുക്ക് അതിൻ്റെ അകത്ത് നിന്ന് എടുക്കാനായിട്ട് പറ്റും. FI 415 N/mm², FCK 20 N/mm². അതേപോലെ കംപ്രഷൻ റീഇൻഫോഴ്സ്മെൻറ്റിൻ്റെ എഫക്റ്റീവ് കവറും നമുക്ക് ഈ 50 mm എന്നുള്ളത് എടുക്കാം. ഓക്കെ, അത് ഇപ്പം കംപ്രഷൻ റീഇൻഫോഴ്സ്മെൻറ്റിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള എഫക്റ്റീവ് കവർ ആണെന്ന് സ്പെഷ്യലി മെൻഷൻ ചെയ്താലും നമുക്ക് എന്ത് ചെയ്യാം, ടെൻഷൻ റീഇൻഫോഴ്സ്മെൻറ്റിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള എഫക്റ്റീവ് കവർ എന്നുള്ള രീതിയിലും അസ്യൂം ചെയ്യാം. അവിടെ എഴുതിയാൽ മതി, അസ്യൂം എഫക്റ്റീവ് കവർ ഈസ് ഈക്വൽ ടു 50 mm എന്നുള്ള രീതിയിൽ നമുക്ക് ടെൻഷൻ റീഇൻഫോഴ്സ്മെൻറ്റിനും അതെടുക്കാം. ഓക്കെ, സെയിം വാല്യൂ തന്നെ കൊടുത്താൽ മതി. ഓക്കെ, അപ്പോൾ നമുക്ക് സ്റ്റെപ്പ് 1 കിടക്കാം. അപ്പോൾ ഇതിൽ സ്റ്റെപ്പ് 1 എന്ന് പറയുന്നത് നമ്മൾ നോർമലി സിംഗിളി റീഇൻഫോഴ്സ്ഡ് ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ സിംഗിളി റീഇൻഫോഴ്സ്ഡ് ബീമിൻ്റെ സ്റ്റെപ്പ് 1 എന്ന് പറയുന്നത് അതിൻ്റെ എഫക്റ്റീവ് സ്പാനും അതുപോലെ തന്നെ അതിൻ്റെ ക്രോസ് സെക്ഷണൽ ഡയമെൻഷനും കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. ഓക്കെ, നമുക്കിവിടെ ഓൾറെഡി ക്രോസ് സെക്ഷണൽ ഡയമെൻഷൻ തന്നിട്ടുണ്ട്.
ഇനി ഇൻ കേസ് നമുക്ക് സ്പാൻ തന്നിട്ടുള്ള ക്ലിയർ സ്പാൻ ആണെങ്കിൽ അത് എഫക്റ്റീവ് സ്പാൻ ആക്കി മാറ്റുന്ന ഒരു സ്റ്റെപ്പ് നിങ്ങൾ ചെയ്യേണ്ടതായിട്ടുണ്ട് ഡബ്ല്യു റീഇൻഫോഴ്സ്ഡിൽ. ഓക്കെ, ഇതിൽ നമുക്ക് ഓൾറെഡി എഫക്റ്റീവ് സ്പാൻ തന്നതുകൊണ്ട് ആ ഫസ്റ്റ് സ്റ്റെപ്പ് നമുക്കിവിടെ ചെയ്യേണ്ടതായിട്ടില്ല. ഈ പ്രോബ്ലത്തിൽ ഫസ്റ്റ് സ്റ്റെപ്പ് അതല്ല വരിക. ഓക്കെ, കാരണം ഓൾറെഡി നമുക്ക് എഫക്റ്റീവ് സ്പാനാണ് തന്നിട്ടുള്ളത്, ക്രോസ് സെക്ഷൻ ഡയമെൻഷൻ തന്നതുകൊണ്ട് ആ സ്റ്റെപ്പ് നമ്മളിവിടെ, അതായത് ഫസ്റ്റ് സ്റ്റെപ്പ് ക്രോസ് സെക്ഷൻ ഡയമെൻഷൻ ആൻഡ് എഫക്റ്റീവ് സ്പാൻ എന്ന് പറയുന്ന സ്റ്റെപ്പ് ഇവിടെ ചെയ്യേണ്ടതായിട്ടില്ല. ഓക്കെ, സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ലോഡ് കാൽക്കുലേഷനാണ്. അപ്പോൾ ലോഡ് കാൽക്കുലേഷനിൽ ഡെഡ് ലോഡ്, ലൈവ് ലോഡ്, നമുക്ക് ലൈവ് ലോഡ് സെപ്പറേറ്റ് തന്ന് നമ്മൾ ഡെഡ് ലോഡ് കാൽക്കുലേറ്റ് ചെയ്യായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത് അല്ലേ. ഇവിടെ നമുക്ക് ഇൻക്ലൂഡിങ് ഇറ്റ്സ് ഓൺ വെയിറ്റ് എന്ന് പറഞ്ഞ് ടോട്ടൽ ലോഡാണ് തന്നിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു സ്റ്റെപ്പിൽ, രണ്ടാം സ്റ്റെപ്പിൽ ലോഡ് കാൽക്കുലേഷൻ എന്ന് എഴുതാം, അല്ലെങ്കിൽ കാൽക്കുലേഷൻ ഓഫ് ഡിസൈൻ ലോഡ് എന്ന് എഴുതാം. അപ്പോൾ ഞാനിവിടെ സ്റ്റെപ്പ് 1 കാൽക്കുലേഷൻ ഓഫ് ഡിസൈൻ ലോഡ് എന്ന് എഴുതുകയാണ്. ഓക്കെ, ലോഡ് കാൽക്കുലേഷനാണ് ശരിക്കും സ്റ്റെപ്പ് 2 വരുന്നത്. അപ്പം അവിടെ നമ്മൾ ഡെഡ് ലോഡ് കാൽക്കുലേറ്റ് ചെയ്യണമായിരുന്നു, തന്ന ലൈവ് ലോഡ് എടുക്കണമായിരുന്നു, രണ്ടും കൂടി ആഡ് ചെയ്തിട്ട് ടോട്ടൽ ലോഡ് എടുക്കണമായിരുന്നു, അതിനെ ഫാക്ടർ ചെയ്യണമായിരുന്നു. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് ഓൾറെഡി ലോഡ് തന്നതുകൊണ്ട് ഞാൻ ഇവിടെ കാൽക്കുലേഷൻ ഓഫ് ഡിസൈൻ ലോഡ് എന്ന് എഴുതുകയാണ്, അല്ലെങ്കിൽ ലോഡ് കാൽക്കുലേഷൻ എഴുതിയാലും കുഴപ്പമൊന്നുമില്ല. ഓക്കെ, സ്റ്റെപ്പ് 1 കാൽക്കുലേഷൻ ഓഫ് ഡിസൈൻ ലോഡ്, WU ഈസ് ഈക്വൽ ടു 1.5 × 40. ടോട്ടൽ ലോഡ് 40 ആണ്, അതായത് W എന്ന് പറയുന്ന വാല്യൂ 40 ആണ്. അപ്പോൾ WU എന്ന് പറയുന്നത് 1.5 × 40, ദാറ്റ് ഈസ് ഈക്വൽ ടു 60 kN/m എന്ന് പറഞ്ഞു കിട്ടും. ഓക്കെ, സ്റ്റെപ്പ് 2 അൾട്ടിമേറ്റ് ബെൻഡിങ് മൊമെൻറ്റ് ആൻഡ് ഷിയർ ഫോഴ്സ്. സിംഗിൾ റീഇൻഫോഴ്സ്ഡിലെ പോലെ തന്നെ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് അൾട്ടിമേറ്റ് ബെൻഡിങ് മൊമെൻറ്റ് ആൻഡ് ഷിയർ ഫോഴ്സ് ആണ്. അപ്പോൾ MU ഈസ് ഈക്വൽ ടു അൾട്ടിമേറ്റ് ബെൻഡിങ് മൊമെൻറ്റ്, MU ഈക്വൽ ടു WU LE square divided by 8, that is equal to 60 × 5 square divided by 8, that is equal to 187.5 kN/m എന്ന് പറഞ്ഞിട്ട് MU കിട്ടും. VU എന്ന് പറയുന്നത് WU LE divided by 2, that is equal to 60 × 5 divided by 2, that is equal to 150 kN. ഓക്കെ, കിലോന്യൂട്ടൺ ആണ്, കിലോന്യൂട്ടൺ മീറ്റർ അല്ല, 150 kN. VU is equal to 150 kN. അപ്പോൾ നമുക്ക് MU, അതായത് അൾട്ടിമേറ്റ് ബെൻഡിങ് മൊമെൻറ്റ് ഷിയർ ഫോഴ്സുമായി, അല്ലെങ്കിൽ ഡിസൈൻ ബെൻഡിങ് മൊമെൻറ്റ് ഷിയർ ഫോഴ്സായി സ്റ്റെപ്പ് 2ൻ്റെ അകത്തുനിന്ന്. ഓക്കെ, നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് കമ്പയർ MU ആൻഡ് ME ലിമിറ്റാണ്. നമ്മൾ സിംഗിൾ റീഇൻഫോഴ്സ്ഡ് ബീമിൽ ചെയ്യുന്ന സമയത്ത് നമ്മൾ ചെയ്യുന്നത് സ്റ്റെപ്പ് എഴുതുന്നത് ചെക്ക് ഫോർ എഫക്റ്റീവ് ഡെപ്ത് എന്നുള്ളതാണ്. അപ്പോൾ നമ്മളവിടെ MU ലിമിറ്റ് തന്നെയാണ് കമ്പയർ ചെയ്യുന്നത്. എന്നാൽ അവിടെ MU ഗ്രേറ്റർ ദാൻ MU ലിമിറ്റ് വരുമ്പോൾ നമ്മളവിടെ ഡെപ്ത് എന്ത് ചെയ്യും, ഇൻക്രീസ് ചെയ്തിട്ടാണ് സ്ട്രക്ചർ സേഫ് ആക്കിയത് അല്ലേ, സിംഗിൾ റീഇൻഫോഴ്സ് സെക്ഷനിൽ. അതിൽ ചേഞ്ച് വന്നാൽ, MU ഗ്രേറ്റർ ദാൻ MU ലിമിറ്റ് വന്നാൽ. എന്നാൽ ഇവിടെ നമുക്ക് ഡെപ്തിലൊന്നും ചെയ്യാനായിട്ടില്ല, കാരണം ഡെപ്ത് ഓൾറെഡി റെസ്ട്രിക്റ്റഡ് ആണ്. അപ്പോൾ ഡെപ്തിലൊന്നും ചെയ്യാനില്ലാത്തത് കൊണ്ട് ഞാനിവിടെ സ്റ്റെപ്പ് കമ്പയർ MU ആൻഡ് ME ലിമിറ്റ് എന്ന് എഴുതുകയാണ്. ഓക്കെ, അപ്പോൾ ഞാൻ സ്റ്റെപ്പ് 3 ചെയ്യുന്നതൊക്കെ സെയിം തന്നെയാണ്. ഞാനിവിടെ സ്റ്റെപ്പ് എഴുതുന്ന കമ്പയർ MU ആൻഡ് ME ലിമിറ്റ് എന്ന് എഴുതുകയാണ്, കാരണം കുറച്ചും കൂടി ആപ്റ്റ് അതായിരിക്കും. സിംഗിൾ റീഇൻഫോഴ്സ്ഡിൽ ചെക്ക് ഫോർ എഫക്റ്റീവ് ഡെപ്ത് ആണെങ്കിൽ ഇവിടെ കമ്പയർ MU ആൻഡ് ME ലിമിറ്റ് ചെയ്യുന്നതായിരിക്കും നല്ലത്. അതായത് സിംഗിൾ റീഇൻഫോഴ്സ്ഡിൽ നമ്മൾ D, അതായത് MU ഗ്രേറ്റർ ദാൻ MU ലിമിറ്റ് വന്നാൽ D ഇൻക്രീസ് ചെയ്യുമായിരുന്നു. ഇവിടെ നമുക്ക് ഡെപ്തിലൊന്നും ചേഞ്ച് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് നമ്മളിവിടെ എന്ത് മാത്രമേ ചെയ്യുന്നുള്ളൂ, ഡെപ്തിൽ ചേഞ്ച് വരുത്താത്തത് കൊണ്ട് തന്നെ നമുക്ക് കമ്പയർ MU ആൻഡ് ME ലിമിറ്റ് എഴുതിയാൽ മതി. ഓക്കെ, MU ലിമിറ്റ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ Fe 415 ഗ്രേഡ് സ്റ്റീൽ ആയതുകൊണ്ട് 0.138 FCK/BD² ആണ്. അപ്പോൾ 0.138 FCK/B × D². B എന്ന് പറയുന്ന 250 ആണ്, D എന്ന് പറയുന്ന 450 ആണ്. 450 സ്ക്വയർ ചെയ്ത് കഴിഞ്ഞാൽ MU ലിമിറ്റ് ഈസ് ഈക്വൽ ടു 139.725.000 Nm എന്ന് പറഞ്ഞ് കിട്ടും. ദാറ്റ് ഈസ് ഈക്വൽ ടു 139.725 kN/m കിട്ടും. അപ്പോൾ MU എന്ന് പറയുന്നത് 187.5 ആണ്. ദാറ്റ് ഈസ് ഗ്രേറ്റർ ദാൻ MU ലിമിറ്റ്. അപ്പോൾ MU ഗ്രേറ്റർ ദാൻ MU ലിമിറ്റ് ആണ് ഇവിടുത്തെ കൺസെപ്റ്റ്. ഹെൻസ് ഡിസൈൻ ദ ബീം ആസ് ഡബ്ലി റീഇൻഫോഴ്സ്ഡ് ബീം. അപ്പോൾ ഈ ഒരു കൺസെപ്റ്റ് വന്നതുകൊണ്ട്, MU ഗ്രേറ്റർ ദാൻ MU ലിമിറ്റ് വന്നതുകൊണ്ട് ഡബ്ലി റീഇൻഫോഴ്സ്ഡ് ബീമായിട്ട് നമ്മൾ ഡിസൈൻ ചെയ്യാണ്. ഇവിടെയാണ് നമ്മൾ ഡബ്ലി റീഇൻഫോഴ്സ്ഡ് ആയിട്ട് നമ്മൾ ചെയ്യണം എന്നുള്ളത് നമ്മൾ ഉറപ്പിക്കുന്നത്. ഓക്കെ, MU ഗ്രേറ്റർ ദാൻ MU ലിമിറ്റ് വരുന്ന കേസ്. അപ്പോൾ തേർഡ് സ്റ്റെപ്പ് ഇത്രയാണ് ചെയ്യാനായിട്ടുള്ളത്. ഓക്കെ, ഡബ്ലി റീഇൻഫോഴ്സ്ഡ് ബീം ആയതുകൊണ്ട് ഇവിടെ വരുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത്, നമ്മൾ ഡിസൈൻ ചെയ്യേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ എന്ന് പറയുന്നത്, കംപ്രഷൻ സോണിലെ കംപ്രഷൻ റീഇൻഫോഴ്സ്മെൻറ്റ് നമ്മൾ ഡിസൈൻ ചെയ്യണം, ടെൻസൈൽ സോണിലെ ടെൻസൈൽ റീഇൻഫോഴ്സ്മെൻറ്റ് നമ്മൾ ഡിസൈൻ ചെയ്യണം, സിറപ്സ് നമ്മൾ ഡിസൈൻ ചെയ്യണം. സിംഗിൾ റീഇൻഫോഴ്സ്ഡിലാണെങ്കിൽ കംപ്രഷൻ റീഇൻഫോഴ്സ്മെൻറ്റ് ഇല്ലായിരുന്നു, എന്നാൽ ഡബിൾ റീഇൻഫോഴ്സ്ഡ് ആയതുകൊണ്ട് ഇവിടെ കംപ്രഷൻ റീഇൻഫോഴ്സ്മെൻറ്റ് നമ്മൾ പ്രൊവൈഡ് ചെയ്യണം. ഓക്കെ, ടോപ്പ് സോണിൽ. അപ്പോൾ ഫസ്റ്റ് നമുക്ക് ഡബിൾ റീഇൻഫോഴ്സ്ഡ് ആണെന്ന് ഉറപ്പിച്ചതിന് ശേഷം നമുക്ക് ASC കാൽക്കുലേറ്റ് ചെയ്യാം, അതായത് ഏരിയ ഓഫ് കംപ്രഷൻ റീഇൻഫോഴ്സ്മെൻറ്റ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. അപ്പോൾ സ്റ്റെപ്പ് നമ്പർ 4 ഈ ഒരു പ്രോബ്ലത്തിൽ വരുന്നത് ഏരിയ ഓഫ് കംപ്രഷൻ റീഇൻഫോഴ്സ്മെൻറ്റ്.
ഓക്കെ, അത് നമ്മൾ ചെയ്യുന്നത് പേജ് നമ്പർ 96 G1.2 എന്ന് പറയുന്ന സെക്ഷനെ ബേസ് ചെയ്തിട്ടാണ്. അപ്പോൾ അവിടെ നമുക്ക് ഇക്വേഷൻ ഉണ്ട്. എ എസ് സി കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ MU മൈനസ് MU ലിമിറ്റ് ഈസ് ഈക്വൽ ടു FSC ASC ഇൻറ്റു D മൈനസ് D ഡാഷ് എന്ന് പറയുന്ന ഇക്വേഷൻ ഉണ്ട്. അതിൽ FSC എന്ന് പറഞ്ഞാൽ എന്താണെന്നുള്ളത് അറിയാം. മൊമെൻ്റ് ഓഫ് റെസിസ്റ്റൻസ് ഓൾറെഡി നിങ്ങൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. ഡിസൈൻ സ്ട്രെസ് ആൻഡ് കംപ്രഷൻ റീഇൻഫോഴ്സ്മെൻ്റ് ആണ് FSC എന്ന് പറയുന്നത്. ESC എന്ന് പറയുന്നത് നമുക്ക് യങ്സ് മോഡുലസ്, അതിൻ്റെ വാല്യൂ 2 × 10⁵ Nm/mm² എന്നുള്ള അസ്യൂം ചെയ്യാം. കോഡിൽ തന്നെ എപ്സിലോൺ SC എന്ന് പറയുന്ന വാല്യൂ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ തന്നിട്ടുണ്ട്. 0.0035 ഇൻറ്റു XUmax മൈനസ് D ഡാഷ് ബൈ XUmax. ഓക്കെ, അപ്പോൾ ആ ഇക്വേഷനിൽ ഇട്ടിട്ട് നമുക്ക് എപ്സിലോൺ SC കണ്ടുപിടിക്കാം. എപ്സിലോൺ SC കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ നമുക്ക് ESCയും ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് FSC എന്നുള്ള വാല്യൂ നമുക്ക് കണ്ടുപിടിക്കാം. ഓക്കെ, കണ്ടുപിടിച്ചതിന് ശേഷം ആ വാല്യൂ ഓർപ്പിക്കാൻ പറ്റില്ല. നമ്മൾ 0.87 FY ആയിട്ട് കമ്പയർ ചെയ്തതിന് ശേഷം 0.87 FYനേക്കാളും FSC വാല്യൂ ഇൻക്രീസ് ചെയ്യുന്നുണ്ടെങ്കിൽ, കൂടുതലാണ് വന്നിട്ടുള്ളതെങ്കിൽ 0.87 FY എന്നുള്ളതാണ് നമ്മൾ FSC വാല്യൂ ആയിട്ട് അഡോപ്റ്റ് ചെയ്യുക. ഓക്കെ, അപ്പം ESC 2 × 10⁵ Nm/mm² നമ്മൾ അസ്യൂം ചെയ്ത വാല്യൂ ആണ്. എപ്സിലോൺ SC ഈസ് ഈക്വൽ ടു 0.0035 ഇൻറ്റു XUmax മൈനസ് D ഡാഷ് ഡിവൈഡ് ബൈ XUmax. അപ്പോൾ നമുക്ക് XUmax കണ്ടുപിടിക്കണം. XUmax എപ്സിലോൺ SCൻ്റെ ഇക്വേഷനിലുണ്ട്. അപ്പോൾ അത് കണ്ടുപിടിക്കാനായിട്ട് പേജ് നമ്പർ 70 ആ ടേബിളിൽ നമുക്ക് XUmaxൻ്റെ വാല്യൂ എടുക്കാം. XUmax ബൈ D ഈസ് ഈക്വൽ ടു 0.48 ആണ് Fe415 സ്റ്റീലിന് കറസ്പോണ്ടിങ് ആയിട്ട്. അപ്പോൾ XUmax ഈസ് ഈക്വൽ ടു 0.48 ഇൻറ്റു 450 ചെയ്ത് കഴിഞ്ഞാൽ 216 mm എന്ന് പറഞ്ഞ് കിട്ടും. ഓക്കെ, അപ്പോൾ എപ്സിലോൺ SC കണ്ടുപിടിക്കാം XUmax കിട്ടിയതുകൊണ്ട്. ദാറ്റ് ഈസ് ഈക്വൽ ടു 0.0035 ഇൻറ്റു XUmax വാല്യൂ 216 മൈനസ് D ഡാഷ് 50 ഡിവൈഡഡ് ബൈ XUmax, അതായത് 216. ദാറ്റ് ഈസ് ഈക്വൽ ടു 2.69 ഇൻറ്റു 10⁻³ എന്ന് പറഞ്ഞ് കിട്ടും. അപ്പോൾ സ്ട്രെയിൻ ആയതുകൊണ്ട് ഇവിടെ യൂണിറ്റ് ഇല്ല. അപ്പോൾ FSC ഈക്വൽ ടു ESC ഇൻറ്റു എപ്സിലോൺ SC, ദാറ്റ് ഈസ് ഈക്വൽ ടു 2 × 10⁵ ഇൻറ്റു 2.69 ഇൻറ്റു 10⁻³ അപ്പോൾ FSC ഇവിടെ 538 Nm/mm² ആണ് കിട്ടുന്നത്. അപ്പോൾ ഇത് നമുക്ക് അഡോപ്റ്റ് ചെയ്യാനായിട്ടില്ല. ഒരു ചെക്ക് നമ്മൾ ചെയ്യണം. 0.87 FY ആയിട്ട് കമ്പയർ ചെയ്തിട്ട് FSC വാല്യൂ എടുക്കാനായിട്ട് പാടുള്ളൂ. FSC ഷുഡ് നോട്ട് ബി ഗ്രേറ്റർ ദാൻ 0.87 FY. അപ്പോൾ 0.87 FY ഈസ് ഈക്വൽ ടു 0.87 ഇൻറ്റു 415, ദാറ്റ് ഈസ് ഈക്വൽ ടു 361.05 Nm/mm² ആണ്. ഓക്കെ, അപ്പോൾ FSC വാല്യൂ ഈസ് ഗ്രേറ്റർ ദാൻ 0.87 FY. അപ്പം 0.87 FY 361.05 ആണ്. എന്നാൽ FSC വാല്യൂ നമുക്ക് ആ ഇക്വേഷൻ പ്രകാരം കിട്ടിയത് 538 Nm/mm² ആണ്. അപ്പോൾ അത് ഗ്രേറ്റർ ദാൻ 0.87 FY ആയതുകൊണ്ട് നമ്മളിവിടെ FSC എന്നുള്ളത് 361.05 Nm/mm² എന്നുള്ള അഡോപ്റ്റ് ചെയ്യണം. Therefore adopt FSC is equal to 361.05 Nm/mm² because FSC is greater than 0.87 FY. ഇനി നമുക്ക് ഇക്വേഷനിലേക്ക് കൊടുക്കാം. MU മൈനസ് MU ലിമിറ്റ് ഈസ് ഈക്വൽ ടു FSC ASC ഇൻറ്റു D മൈനസ് D ഡാഷ് എന്ന് പറയുന്ന ഇക്വേഷനിൽ എല്ലാ വാല്യൂസും കൊടുക്കാം. ആ ഇക്വേഷനിൽ ഇനി അൺനോൺ ആയിട്ട് ASC മാത്രമേ ഉള്ളൂ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ആ ഇക്വേഷന് ASC നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യാം. FSC അൺനോൺ ആയിട്ടുണ്ടായിരുന്നു, നമ്മൾ എന്ത് ചെയ്തു, FSC വാല്യൂ കണ്ടുപിടിച്ചു. ബാക്കി എല്ലാ വാല്യൂസും നമ്മളെ കയ്യിലുണ്ട്. അപ്പം ഇവിടെ നമ്മൾ FSC വാല്യൂ ആണെങ്കിലും അതുപോലെ തന്നെ D മൈനസ് D ഡാഷ് വാല്യൂ ആണെങ്കിലൊക്കെ D മൈനസ് D ഡാഷ് നമ്മൾ MM-ലാണ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത്. അതുപോലെ FSC വാല്യൂ Nm/mm² ആണ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത്. അപ്പോൾ MU മൈനസ് MU ലിമിറ്റ് എന്ന് പറയുന്ന ആ ടേം നമുക്കിപ്പം കണ്ടുപിടിച്ചിരിക്കുന്ന kN/m അതിനെ Nm-ലേക്ക് കൺവേർട്ട് ചെയ്തിട്ട് വേണം ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാനായിട്ട്. അപ്പം MU എന്ന് പറയുന്നത് 187.5 kN/m ആണ്. അതിനെ ഇൻറ്റു 10⁻⁶ ചെയ്തിട്ട് Nm ആക്കി. അതേപോലെ MU ലിമിറ്റ് എന്ന് പറയുന്നത് 139.725 kN/m ആയിരുന്നു. അതിനെ ഇൻറ്റു 10⁻⁶ ചെയ്തിട്ട് Nm-ലേക്ക് മാറ്റി. അപ്പോൾ MU മൈനസ് MU ലിമിറ്റ് എന്ന് പറയുന്നത് 187.5 ഇൻറ്റു 10⁻⁶ മൈനസ് 139.725 ഇൻറ്റു 10⁻⁶ ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു FSC വാല്യൂ 361.05 ഇൻറ്റു ASC ഇൻറ്റു D എന്ന് പറയുന്നത് 450, D ഡാഷ് എന്ന് പറയുന്നത് 50. അപ്പോൾ 450 മൈനസ് 50 സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിങ്ങനെ കിട്ടും. 47.775 ഇൻറ്റു 10⁻⁶ ഈസ് ഈക്വൽ ടു 1,44,420 ASC എന്ന് പറഞ്ഞു കിട്ടും. സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ ASC ഈസ് ഈക്വൽ ടു 330.8 mm² എന്ന് പറഞ്ഞു കിട്ടും. അപ്പോൾ അവിടെ റിക്വയർഡ് ആയിട്ടുള്ള ASC നമുക്ക് കിട്ടി. അവിടെ ശരിക്കും സേഫായിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട് നമ്മളവിടെ പ്രൊവൈഡ് ചെയ്യേണ്ട ASC എന്ന് പറയുന്നത് 330.8 mm² ആണ്. എന്നാൽ ഇത് നമ്മൾ ഡയറക്റ്റ് അഡോപ്റ്റ് ചെയ്യാനായിട്ടില്ല, നമ്മൾ ചെക്ക് ചെയ്യാനായിട്ടുണ്ട്. ഇവിടെ കംപ്രഷൻ റീഇൻഫോഴ്സ്മെൻറ്റിൻ്റെ ചെക്ക് മാക്സിമം ASCക്ക് കറസ്പോണ്ടിങ് ആയിട്ടാണ് ചെയ്യുന്നത്. മാക്സിമം ASCനേക്കാളും കുറവായിരിക്കണം റിക്വയർഡ് ആയിട്ടുള്ള ASC.
ചെക്ക് ഫോർ കംപ്രഷൻ റീഇൻഫോഴ്സ്മെൻറ്റ്. അപ്പോൾ മാക്സിമം ASC നമുക്ക് എടുക്കാം. മാക്സിമം ASC ഈസ് ഈക്വൽ ടു 0.04 BD ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു 0.04. B എന്ന് പറയുന്നത് 250, D എന്ന് പറയുന്ന ഓവറോൾ ഡെപ്ത് ആണ് 500. സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ 5000 mm² എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ മാക്സിമം ASCനേക്കാളും കുറവാണ് നമുക്കിപ്പോൾ റിക്വയർഡ് ആയിട്ടുള്ള ASC, അതായത് 330 mm² ആണ് കിട്ടിയിട്ടുള്ളത് റിക്വയർഡ് ASC. അപ്പോൾ മാക്സിമം ASCനേക്കാളും കുറവായതുകൊണ്ട് നമുക്ക് റിക്വയർഡ് ASC 330 എന്നുള്ളത് നമുക്ക് ഉറപ്പിക്കാം. ASC ലെസ് ദാൻ മാക്സിമം ASC, ഹെൻസ് ഓക്കെ. അപ്പോൾ ഇനി എന്ത് ചെയ്യണം, ഈ ASCക്ക് കറസ്പോണ്ടിങ് ആയിട്ട് ഏത് ഡയാൻ്റെ ബാർ കൊടുക്കണം, എത്ര നമ്പേഴ്സ് കൊടുക്കണം എന്നുള്ളത് ഐഡൻറ്റിഫൈ ചെയ്യണം. അപ്പോൾ അസ്യൂമിങ് 16 mm ഡയമീറ്റർ ബാസ്, ഞാനിവിടെ 16 mm ഡയാ ബാസ് അസ്യൂം ചെയ്യാണ്. ദെർഫോർ നമ്പർ ഓഫ് ബാസ് ഈസ് ഈക്വൽ ടു 330.8 ഡിവൈഡഡ് ബൈ 16 mm ഡയമീറ്റർ ബാറിൻ്റെ ക്രോസ് സെക്ഷണൽ ഏരിയ 5 × 16² ഡിവൈഡ് ബൈ 4 ചെയ്ത് കഴിഞ്ഞാൽ എത്ര 16 mm ബാർ അവിടെ ഈ ഒരു റിക്വയർഡ് ഏരിയ വരാൻ വേണ്ടിയിട്ട് പ്രൊവൈഡ് ചെയ്യണം എന്നുള്ളത് കിട്ടും. അപ്പോൾ അത് സോൾവ് ചെയ്ത് കഴിഞ്ഞപ്പോൾ എനിക്ക് 1.645 എന്ന് പറഞ്ഞ് കിട്ടി. ദാറ്റ് ഈസ് അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു 2, അതായത് റൗണ്ട് ചെയ്യുമ്പോൾ 2 നമ്പേഴ്സ് എന്നുള്ള രീതിയിൽ എടുക്കണം. ഓക്കെ, പ്രൊവൈഡ് 2 numbers ഓഫ് 16 mm ഡയമീറ്റർ ബാസ് ആസ് കംപ്രഷൻ റീഇൻഫോഴ്സ്മെൻറ്റ്. അപ്പോൾ കംപ്രഷൻ റീഇൻഫോഴ്സ്മെൻറ്റ് ഞാൻ 16 mm 2 നമ്പേഴ്സാണ് അഡോപ്റ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ASC പ്രൊവൈഡഡ് എന്നുള്ളത് മാറിയിട്ടുണ്ട്. അപ്പോൾ ശരിക്കും ASC റിക്വയർഡ് എന്ന് പറയുന്നത് 330 mm² ആയിരുന്നു. എന്നാൽ ഇവിടെ ഞാൻ 16 mm 2 റീഇൻഫോഴ്സ്മെൻറ്റ് കൊടുത്തപ്പോൾ അവിടെ പ്രൊവൈഡ് ചെയ്യുന്ന കംപ്രഷൻ സ്റ്റീലിൻ്റെ ഏരിയ മാറിയിട്ടുണ്ട്. ഓക്കെ, അതാണ് ഞാൻ കണ്ടുപിടിക്കുന്ന ASC പ്രൊവൈഡഡ് എന്ന് പറയുന്നത്. 2 നമ്പേഴ്സാണ് കൊടുക്കുന്നത് 16 mm ഡയമീറ്ററിൻ്റെ. അപ്പോൾ 2 × pi × 16² ഡിവൈഡ് ബൈ 4 ചെയ്ത് കഴിഞ്ഞാൽ 402.12 mm² എന്ന് പറഞ്ഞ് കിട്ടും. ഇതാണ് ASC പ്രൊവൈഡഡ്. അപ്പോൾ ASC അതായത് കംപ്രഷൻ റീഇൻഫോഴ്സ്മെൻറ്റ് ഞാൻ ഫൈൻഡ് ഔട്ട് ചെയ്തു. ഞാൻ കംപ്രഷൻ റീഇൻഫോഴ്സ്മെൻ്റ് ആയിട്ട് കൊടുക്കുന്നത് 16 mm 2 റീഇൻഫോഴ്സ്മെൻ്റ് ആണ്, അതായത് കംപ്രഷൻ സോണിൽ, ടോപ്പ് സോണിൽ. ഓക്കെ, അപ്പം പ്രൊവൈഡ് ചെയ്യുന്ന ASC എന്ന് പറയുന്നത് 402.12 mm² ആണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു സ്റ്റെപ്പ് ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. നെക്സ്റ്റ് സ്റ്റെപ്പ് 5. അപ്പോൾ ASC കണ്ടുപിടിച്ച സ്ഥിതിക്ക് ഇനി ടെൻഷൻ റീഇൻഫോഴ്സ്മെൻ്റ് ആണ് കണ്ടുപിടിക്കേണ്ടത്. സ്റ്റെപ്പ് 5 കാൽക്കുലേഷൻ ഓഫ് ടെൻഷൻ റീഇൻഫോഴ്സ്മെൻറ്റ് AST. അപ്പം നമ്മൾ കോഡിൽ പേജ് നമ്പർ 96 തന്നെ AST കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ കൊടുത്തിട്ടുണ്ട്. AST ഈസ് ഈക്വൽ ടു AST1 + AST2 ആണ് അവിടെ കൊടുത്തിരിക്കുന്ന ഇക്വേഷൻ. അതിൽ AST1 എന്ന് പറയുന്നത് ഏരിയ ഓഫ് ടെൻസൈൽ റീഇൻഫോഴ്സ്മെൻറ്റ് ഫോർ എ സിംഗ്ലി റീഇൻഫോഴ്സ്ഡ് സെക്ഷൻ ഫോർ MU ലിമിറ്റ്, അതായത് MU ലിമിറ്റിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള AST ആണ് AST1 എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് MU ലിമിറ്റിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള AST കണ്ടുപിടിക്കാം. അപ്പോൾ MU ലിമിറ്റ് ഈസ് ഈക്വൽ ടു MU ലിമിറ്റ് സിംഗ്ലി റീഇൻഫോഴ്സ് സെക്ഷന് കറസ്പോണ്ടിങ് ആയിട്ട് MU ലിമിറ്റ് കണ്ടുപിടിക്കുന്ന ഇക്വേഷനാണിത്. MU ലിമിറ്റ് ഈസ് ഈക്വൽ ടു 0.87 FI AST1 × D - 0.42 XUmax. 0.87 FI × AST എന്ന് പറയുന്നത് ടെൻസൈൽ ഫോഴ്സ് ആണ്. D - 0.42 XU എന്ന് പറയുന്നത് D - 0.42 XUmax എന്ന് പറയുന്നത് ലിവർ ആമിൻ്റെ ഡിസ്റ്റൻസ് ആണ്. ഓക്കെ, അപ്പോൾ ഇവിടെ ശരിക്കും നമ്മുടെ ഇക്വേഷൻ എന്ന് പറയുന്ന 0.87 FI AST × D - 0.42 XU എന്നുള്ളതാണ്. ഇവിടെ MU ലിമിറ്റ് ആയതുകൊണ്ട് XUവിൻ്റെ സ്ഥാനത്ത് XUmax സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഓക്കെ, അതേപോലെ ഇവിടെ AST ഇതിന് സിംഗ്ലി റീഇൻഫോഴ്സ് സെക്ഷന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള AST എന്ന് പറയുന്ന AST1 എന്ന് എടുത്തത് കൊണ്ട് ഇവിടെ AST1 എന്ന് ഇക്വേഷനിൽ കൊടുത്തു. അപ്പോൾ MU ലിമിറ്റ് ഈസ് ഈക്വൽ ടു 0.87 FI AST1 എന്ന് പറയുമ്പോൾ ആ AST1ന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ടെൻസൈൽ ഫോഴ്സ് ആണ് ഇൻറ്റു ലിവർ ആം ഡിസ്റ്റൻസ്, അവിടെ D - 0.42 XU. അപ്പോൾ ഇവിടെ MU ലിമിറ്റ് ആയതുകൊണ്ട് XUവിൻ്റെ സ്ഥാനത്ത് XUmax കൊടുത്തിട്ട് D - 0.42 XUmax എന്നുള്ളത് ഇക്വേഷൻ വന്നു. അപ്പോൾ ഈ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് AST1 നമുക്ക് ഇവിടുന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ MU ലിമിറ്റ് എന്ന് പറയുന്നത് 139.725 kN ആയിരുന്നു. അപ്പോൾ അതിനെ Newton mm സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. 139.725 × 10⁶, ദാറ്റ് ഈസ് ഈക്വൽ ടു 0.87 × FI എന്ന് പറയുന്നത് 415 × AST1 അൺനോൺ ഇൻറ്റു D എന്ന് പറയുന്നത് 450 - 0.42 XUmax എന്ന് പറയുന്നത് 216 ആണ്. അപ്പം സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ 139.725 × 10⁶ ഈസ് ഈക്വൽ ടു 129,718.044 AST1 എന്ന് പറഞ്ഞു കിട്ടും. അപ്പോൾ AST1 ഈസ് ഈക്വൽ ടു സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ 1077.143 mm² എന്ന് പറഞ്ഞു കിട്ടും. അപ്പോൾ AST1 എനിക്ക് അവിടെ കിട്ടി. ഇനി AST2 കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ പേജ് നമ്പർ 96 തന്നെ കൊടുത്തിട്ടുണ്ട്. AST2 ഈസ് ഈക്വൽ ടു ASC × FSC ഡിവൈഡ് ബൈ 0.87 FI, ദാറ്റ് ഈസ് ഈക്വൽ ടു ASC എന്ന് പറയുന്നത് 402.12 നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന ASC ഇൻറ്റു FSC എന്ന് പറയുന്നത് 361.05 ഡിവൈഡ് ബൈ 0.87
FY, അതായത് 415. സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ സെയിം വാല്യൂ തന്നെയാണ് കിട്ടുന്നത്. ASTക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വാല്യൂ തന്നെയാണ് AST2 കിട്ടുന്നത്, 402.12 mm². ഓക്കെ, therefore AST is equal to AST1 plus AST2. AST1 എന്ന് പറയുന്നത് 1077.143, AST2 എന്ന് പറയുന്നത് 402.12. രണ്ടും കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ AST is equal to 1479.263 mm² എന്ന് പറഞ്ഞു കിട്ടി. ഇനി എന്ത് ചെയ്യണം? ചെക്ക് ചെയ്യണം. ചെക്ക് ചെയ്യുന്നത് ഇമ്പോർട്ടൻ്റ് ആണ്. ഇവിടെ ടെൻസൈൽ സ്റ്റീൽ നമ്മൾ ചെക്ക് ചെയ്യുമ്പോൾ മിനിമം ASTയും മാക്സിമം ASTക്കും കറസ്പോണ്ടിങ് ആയിട്ട് ചെക്ക് ചെയ്യണം. അപ്പോൾ ആദ്യം ചെക്ക് ഫോർ മിനിമം AST ആൻഡ് മാക്സിമം AST. AST മിനിമം എന്ന് പറയുന്നത് കൂടുന്ന 0.85 ഡിവൈഡ് ബൈ FY ഇൻറ്റു BD ആണ്. 0.85 ഡിവൈഡ് ബൈ FY എന്ന് പറയുന്നത് 415 ഇൻറ്റു B എന്ന് പറയുന്നത് 250, D എന്ന് പറയുന്നത് 450. സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ AST മിനിമം 230.42 mm² എന്ന് പറഞ്ഞു കിട്ടും. നമുക്ക് ഇവിടെ കിട്ടിയിട്ടുള്ള AST എന്ന് പറയുന്നത് മിനിമം ASTനേക്കാളും കൂടുതലാണ്. അതേപോലെ ഇനി AST മാക്സ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഓൾറെഡി കംപ്രഷൻ റീഇൻഫോഴ്സ്മെൻറ്റിന് കറസ്പോണ്ടിങ് ആയിട്ട് കണ്ടുപിടിച്ചിട്ടുണ്ട്. 0.04 BD, ദാറ്റ് ഈസ് ഈക്വൽ ടു 5000 mm² ആയിരുന്നു നമുക്ക് കിട്ടിയത്. അപ്പോൾ AST മാക്സ് എന്ന് പറയുന്നത് 5000 mm². അപ്പോൾ നമുക്ക് റിക്വയർഡ് ആയിട്ടുള്ള AST, അതായത് 1479.263 mm² എന്ന് പറയുന്നത് മിനിമം ASTനേക്കാളും കൂടുതലുമാണ്, മാക്സിമം ASTനേക്കാളും കുറവാണ്. അപ്പം അത് ഓക്കെയാണ്, നമ്മൾ റിക്വയർഡ് ആയിട്ടുള്ള AST ഓക്കെയാണ്, നമുക്ക് അതുമായിട്ട് മുന്നോട്ട് പോകാമെന്നുള്ളൊരു കൺഫർമേഷൻ നമുക്കവിടെ കിട്ടി. 230.42 mm² is less than 1479.263 mm² is less than 5000 mm². That is AST minimum is less than AST required is less than AST max. Hence, okay. അസ്യൂം 20 mm ഡയമീറ്റർ ബാർസ്. ഇനി ASTക്ക് കറസ്പോണ്ടിങ് ആയിട്ട് നമ്മൾ എത്ര ഡയമീറ്ററിൻ്റെ ബാറ് പ്രൊവൈഡ് ചെയ്യണം, അതുപോലെ തന്നെ എത്ര നമ്പേഴ്സ് പ്രൊവൈഡ് ചെയ്യണം എന്നുള്ള ഫൈൻഡ് ഔട്ട് ചെയ്യണം. ഞാനിവിടെ 20 mm ഡയമീറ്റർ ബാർസ് അസ്യൂം ചെയ്യാണ്. നമ്പർ ഓഫ് ബാർസ് ഈസ് ഈക്വൽ ടു 1479.263 റിക്വയർഡ് ആയിട്ടുള്ള AST ഡിവൈഡഡ് ബൈ 20 mm ക്രോസ് സെക്ഷൽ ഏരിയ, 5 × 20² ഡിവൈഡ് ബൈ 4, ദാറ്റ് ഈസ് ഈക്വൽ ടു 4.70 എന്ന് പറഞ്ഞു കിട്ടും. അപ്പോൾ ഞാൻ റൗണ്ട് ചെയ്യുമ്പം നമ്പേഴ്സ് ആയിട്ട് കൊടുക്കുമ്പം റൗണ്ട് ചെയ്ത് കൊടുക്കണം. അപ്പോൾ 5 നമ്പേഴ്സ് നമ്മളിവിടെ പ്രൊവൈഡ് ചെയ്യേണ്ടതായിട്ടുണ്ട് ആ റിക്വയർഡ് ആയിട്ടുള്ള AST വരാനായിട്ട്. Therefore, provide 5 numbers of 20 mm diameter bars. അപ്പോൾ AST provided എന്ന് പറയുമ്പോൾ 5 × pi × 20² divided by 4, that is equal to 1570.79 mm². അപ്പം 5 ബാർ 20 mm 5 ബാർ പ്രൊവൈഡ് ചെയ്യുമ്പോൾ അവിടെ വരുന്ന AST എന്ന് പറയുന്ന റിക്വയർഡിനേക്കാളും കൂടുതലായിരിക്കും. അപ്പോൾ ആ പ്രൊവൈഡ് ചെയ്യുന്ന AST ആണ് ഇവിടെ കണ്ടുപിടിച്ചിട്ടുള്ള 1570.79 mm² എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ നമ്പർ ഓഫ് ബാർസ് എടുക്കുമ്പം വല്ലാതെ ബാർസ് കൂടാതെ നമ്മൾ നമ്മൾ ശ്രദ്ധിക്കണം. അതായത് ഇപ്പം 5ഓ അല്ലെങ്കിൽ അതിൽ കൂടുതലോ 5ൽ കൂടുതൽ ബാർ വരാത്ത രീതിയിൽ പ്രൊവൈഡ് ചെയ്യുകയാണെങ്കിൽ നല്ലതായിരിക്കും. കാരണം നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന ബാറുകൾ തമ്മിലുള്ളൊരു സ്പേസിംഗ് ഉണ്ട്. അപ്പോൾ അത് മിനിമം സ്പേസിങ്ങിനേക്കാളും അവിടെ കുറയാൻ പാടില്ല എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ആ കാര്യങ്ങൾ ചെക്ക് ചെയ്തിട്ട് വേണം നമ്മൾ കൊടുക്കാൻ. അപ്പം കൂടുതൽ നമ്പേഴ്സ് കൊടുക്കാതിരുന്നാൽ, അതായത് 7ഉം 8ഉം 10ഉം ബാറൊക്കെ ടെൻഷൻ സോണിലും കംപ്രഷൻ സോണിലും വരാതിരിക്കാൻ ശ്രദ്ധിക്കണം. അങ്ങനെ എന്തെങ്കിലും കൂടുതൽ നമ്പേഴ്സ് വരുന്ന ഏതെങ്കിലും കേസ് വരികയാണെങ്കിൽ ബാറിൻ്റെ ഡയമീറ്റർ ഇൻക്രീസ് ചെയ്താൽ മതി. അപ്പോൾ ടോട്ടൽ ആ നമ്പേഴ്സ് കുറയും, എന്നിട്ട് അതിനനുസരിച്ചിട്ട് പ്രൊവൈഡ് ചെയ്താൽ മതി. ഓക്കെ, ഇവിടെ ഞാൻ 20 mm അസ്യൂം ചെയ്തപ്പം കറക്റ്റാണ്, 5 നമ്പേഴ്സാണ് വരുന്നത്, കുഴപ്പമില്ല, അതുമായിട്ട് മുന്നോട്ട് പോവാം. അതേപോലെ കംപ്രഷൻ റീഇൻഫോഴ്സ്മെൻറ്റിൻ്റെ കേസ് ആണെങ്കിലും എനിക്ക് 2 numbers of 16 വരുന്നത്, അപ്പോൾ അതുമായിട്ട് മുന്നോട്ട് പോവാം. ഓക്കെ, അപ്പോൾ ഇവിടെ AST ടെൻഷൻ സ്റ്റീലിൻ്റെ ഡിസൈൻ ഇവിടെ കഴിഞ്ഞു. 1570.79 നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്ന AST കിട്ടി. 5 numbers of 20 mm ഡയമീറ്റർ ബാർസ് എന്നുള്ളതും കിട്ടി. ഓക്കെ, സ്റ്റെപ്പ് 6 ചെക്ക് ഫോർ ഷിയർ സ്ട്രെസ് ആൻഡ് ഡിസൈൻ ഓഫ് ഷിയർ റീഇൻഫോഴ്സ്മെൻറ്റ്. ഷിയർ റീഇൻഫോഴ്സ്മെൻറ്റിൻ്റെ ഡിസൈനാണ് ഈ സ്റ്റെപ്പിൽ വരുന്നത്. ഞങ്ങൾ സെക്കൻഡ് മൊഡ്യൂളിൽ ചെയ്ത കാര്യങ്ങൾ തന്നെയാണ്. ഓക്കെ, ഫസ്റ്റ് ടോവി കണ്ടുപിടിക്കാം. ടോവി ഈസ് ഈക്വൽ ടു VU/BD. VU ന്യൂട്ടണിലാക്കിയിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. 150 × 10³ ഡിവൈഡ് ബൈ B 250, D 450. ഓക്കെ, ചെയ്ത് കഴിഞ്ഞാൽ 1.333 Nm/mm² എന്ന് പറഞ്ഞു കിട്ടും. ടേബിൾ 20 നിന്ന് ടോസി മാക്സ് വാല്യൂ കിട്ടും, 2.8 Nm/mm². ടോവി ഈസ് ലെസ് ദാൻ ടോസി മാക്സ്, ഹെൻസ് ദ സെക്ഷൻ ഈസ് അഡക്വേറ്റ്. ഡിസൈൻ ഷിയർ സ്ട്രെങ്ത് ഓഫ് കോൺക്രീറ്റ്. ടോസി വാല്യൂ കണ്ടുപിടിക്കണം. ആദ്യം നമ്മൾ ടോവിയും ടോസി മാക്സും കണ്ടുപിടിച്ചിട്ട് കമ്പയർ ചെയ്തു. ടോവി ലെസ് ദാൻ ടോസി മാക്സ് ആണ് കിട്ടിയത്. ഇനി ടോസി വാല്യൂ കണ്ടുപിടിക്കണം. ടോസി വാല്യൂ കണ്ടുപിടിച്ചിട്ട് ടോവി വാല്യൂയും ടോസി വാല്യൂയും തമ്മിൽ കമ്പയർ ചെയ്യണം. ടോവി ഗ്രേറ്റർ ദാൻ ടോസി ആണെങ്കിൽ ഷിയർ റീഇൻഫോഴ്സ്മെൻറ്റ് ഡിസൈൻ ചെയ്യണം. ടോവി ലെസ് ദാൻ ടോസി ആണെങ്കിൽ മിനിമം ഷിയർ റീഇൻഫോഴ്സ്മെൻറ്റ് പ്രൊവൈഡ് ചെയ്താൽ മതി. ഓക്കെ, അപ്പം ടോസി കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഫസ്റ്റ് പെർസെൻറ്റേജ് ഓഫ് ടെൻസൈൽ സ്റ്റീൽ 100 AST/BD.
അപ്പോൾ 100 ഇൻറ്റു AST എന്ന് പറയുന്നത് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന AST ആണ് 1570.79 mm² ആണ്. അത് കൊടുത്തു ഡിവൈഡ് ബൈ 250 ഇൻറ്റു 450 ചെയ്ത് കഴിഞ്ഞാൽ 1.396% എന്ന് പറഞ്ഞ് കിട്ടും. ഓക്കെ, ഇനി നമ്മുടെ ടേബിൾ 19 നോക്കിക്കഴിഞ്ഞാൽ 1.25%-ന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ടോസി വാല്യൂ എന്ന് പറയുന്ന 0.67 ആണ്. 1.5%-ന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ടോസി വാല്യൂ എന്ന് പറയുന്ന 0.72 ആണ്. അപ്പോൾ അത് വെച്ച് നമുക്ക് ഇൻ്റർപോലേഷൻ ചെയ്യാം. ഡയഗ്രാം വരച്ച് കഴിഞ്ഞാൽ ടോസി ഈസ് ഈക്വൽ ടു 0.67 + x എന്ന് പറഞ്ഞ് കിട്ടും. അപ്പോൾ എക്സ് വാല്യൂ ഇൻ്റർപോലേഷൻ ചെയ്ത് കഴിഞ്ഞാൽ എക്സ് വാല്യൂ ഈസ് ഈക്വൽ ടു 0.0292 എന്ന് പറഞ്ഞ് കിട്ടും. ഓക്കെ, അതായത് x ബൈ 1.396 മൈനസ് 1.25 ഈക്വൽ ടു 0.72 മൈനസ് 0.67 ഡിവൈഡ് ബൈ 1.5 മൈനസ് 1.25 സിമിലർ ട്രയാങ്കിൾസിൻ്റെ കൺസെപ്റ്റ് വെച്ചിട്ട്. ഓക്കെ, അപ്പോൾ ടോസി വാല്യൂ ഈസ് ഈക്വൽ ടു 0.67 പ്ലസ് 0.0292 ദാറ്റ് ഈസ് ഈക്വൽ ടു 0.699 Nm² എന്ന് പറഞ്ഞു കിട്ടും. അപ്പോൾ 1.33 Nm/mm² ഈസ് ഗ്രേറ്റർ ദാൻ 0.6992 Nm/mm². അതായത് ടോവി ഗ്രേറ്റർ ദാൻ ടോസി ആണ്. അപ്പോൾ ഷിയർ റീഇൻഫോഴ്സ്മെൻറ്റ് എന്ത് ചെയ്യണം? ഡിസൈൻ ചെയ്യണം. അപ്പോൾ അത് ഡിസൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഫസ്റ്റ് VUS വാല്യൂ കണ്ടുപിടിക്കണം. VUS ഈസ് ഈക്വൽ ടു VU മൈനസ് ടോസി BD. അപ്പം VU വാല്യൂ ന്യൂട്രലാക്കി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ്. 150 × 10⁻³ മൈനസ് ടോസി വാല്യൂ 0.6992 ഇൻറ്റു B വാല്യൂ 250 D വാല്യൂ 450. ഓക്കെ, അപ്പം ഇത് ന്യൂട്രലാക്കിയത് ടോസി വാല്യൂ നമ്മൾ Nm/mm² സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഇതിനെ ന്യൂട്രലിലേക്ക് ആക്കിയത്. അതുപോലെ BD mm സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തത്. അപ്പോൾ ടോസി വാല്യൂ Nm/mm² തന്നെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. ഓക്കെ, അപ്പോൾ യൂണിറ്റുകളൊക്കെ ശ്രദ്ധിച്ച് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. അപ്പോൾ VUS ഈസ് ഈക്വൽ ടു 71,340 N എന്ന് പറഞ്ഞ് കിട്ടും. ഇനി കോഡിലുള്ള ഇക്വേഷൻ പ്രകാരം SV ഈസ് ഈക്വൽ ടു 0.87 FI ASV ഇൻറ്റു D ഡിവൈഡ് ബൈ VUS. അപ്പോൾ 0.87 ഇൻറ്റു 415 ഇൻറ്റു 100.53 കിട്ടിയത് നമ്മൾ അവിടെ 2 ലെഗ്ഡ് സ്റ്റിറപ്പാണ് അസ്യൂം ചെയ്യുന്നത് 8 mm ഡയ. അപ്പം 2 ഇൻറ്റു പൈ ഇൻറ്റു 8² ഡിവൈഡ് ബൈ 4 ചെയ്താൽ 100.53 ആണ് കിട്ടുക. അങ്ങനെയാണ് 100.53 വന്നത്. 0.87 ഇൻറ്റു 415 ഇൻറ്റു 100.53 ഇൻറ്റു 450 ഡിവൈഡ് ബൈ 71,340. അപ്പോൾ അത് സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ SV ഈസ് ഈക്വൽ ടു 228.95 mm എന്ന് പറഞ്ഞ് കിട്ടും. അപ്പോൾ അത് റൗണ്ട് ചെയ്യുമ്പോൾ ഞാൻ 220 mm എന്നുള്ള രീതിയിലെടുത്തു. ഓക്കെ, അപ്പോൾ SV 220 എന്നുള്ള രീതിയിലെടുത്തു. ഇവിടെ ASV എങ്ങനെയാണ് കിട്ടിയെന്നുള്ള കാണിച്ചിട്ടുണ്ട്. 2 ഇൻറ്റു പൈ ഇൻറ്റു 8² ഡിവൈഡ് ബൈ 4 ഈസ് ഈക്വൽ ടു 100.53 mm². ഓക്കെ, ഇനി ചെക്ക് ഫോർ സ്പേസിങ്. ഈ കിട്ടിയിരിക്കുന്ന സ്പേസിങ് നമുക്ക് എടുക്കാനായിട്ട് പറ്റില്ല. നമ്മൾ എന്ത് ചെയ്യണം? ചെക്ക് ചെയ്തിട്ട് എടുക്കാനായിട്ട് പാടുള്ളൂ. ദ മാക്സിമം സ്പേസിങ് ഷുഡ് ബി മിനിമം ഓഫ് ദ ഫോളോയിങ്. ഓക്കെ, അപ്പോൾ മാക്സിമം സ്പേസിംഗ് എന്ന് പറയുന്നത് ഇനി പറയാൻ പോകുന്ന 4 കാര്യങ്ങളിൽ ഏതാണോ ചെറുത് അതിനേക്കാളും കൂടാൻ പാടില്ല എന്നുള്ളതാണ്. അപ്പോൾ ആദ്യത്തത് 220. ഇപ്പോൾ നമുക്ക് ഇക്വേഷൻ പ്രകാരം ഡിസൈൻ ചെയ്ത പ്രകാരം കിട്ടിയ സ്പേസിംഗ് 220 mm. രണ്ടാമത്തത് മിനിമം ഷിയർ റീഇൻഫോഴ്സ്മെൻറ്റിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള സ്പേസിംഗ് പേജ് നമ്പർ 48 കറസ്പോണ്ടിങ് ആയിട്ട് SV ഷുഡ് ബി ലെസ് ദാൻ ഓർ ഈക്വൽ ടു ASV ഇൻറ്റു 0.87 FI ഡിവൈഡ് ബൈ 0.4B. അപ്പോൾ ASV വാല്യൂ 100.53 ഇൻറ്റു 0.87 ഇൻറ്റു FI 415 ഡിവൈഡഡ് ബൈ 0.4 ഇൻറ്റു 250 ചെയ്ത് കഴിഞ്ഞാൽ 362.96 കിട്ടും. അതായത് 362.96 mm എന്ന് കിട്ടും. അത് ഞാൻ റൗണ്ട് ചെയ്തിട്ട് 350 എന്നുള്ള രീതിയിൽ എടുക്കുകയാണ്. ഓക്കെ, 360 ആയിട്ടും എടുക്കാം. SV ഷുഡ് ബി ലെസ് ദാൻ ഓർ ഈക്വൽ ടു 362.96 mm. ദാറ്റ് ഈസ് 350 mm എന്നുള്ള രീതിയിൽ ഞാൻ റൗണ്ട് ചെയ്തെടുക്കുകയാണ്. ഓക്കെ, മൂന്നാമത്തത് 0.75D 0.75 ഇൻറ്റു 450 ദാറ്റ് ഈസ് 337.5 mm. നാലാമത്തെ 300 mm. അപ്പോൾ ഈ 4 വാല്യൂസിൽ ഏറ്റവും ചെറുത് ഏതാണ്? 220 mm ആണ് ചെറുത്. അതുകൊണ്ട് ഞാൻ 8 mm ഡയമീറ്റർ 2 ലെഗ്ഡ് സ്റ്റിറപ്സ് അറ്റ് 220 mm സെൻറ്റർ ടു സെൻറ്റർ എന്നുള്ള രീതിയിൽ എടുക്കുകയാണ്. ഓക്കെ, സോ അഡോപ്റ്റ് 8 mm ഡയമീറ്റർ 2 ലെഗ്ഡ് സ്റ്റിറപ്സ് അറ്റ് 220 mm സെൻറ്റർ ടു സെൻറ്റർ സ്പേസിങ്. അപ്പോൾ സ്റ്റിറപ്പിൻ്റെ ഡിസൈൻ ഇവിടെ കഴിഞ്ഞിരിക്കുകയാണ്. ഓക്കെ, നെക്സ്റ്റ് സ്റ്റെപ്പ് 7 ചെക്ക് ഫോർ ഡിഫ്ലക്ഷൻ. ചെക്ക് ഫോർ ഡിഫ്ലക്ഷൻ്റെ സ്റ്റെപ്പിൽ നമ്മൾ ചെയ്യുന്നത് L/D മാക്സിമം വാല്യൂ ഈസ് ഗ്രേറ്റർ ദാൻ L/D പ്രൊവൈഡഡ് ആണോ എന്നുള്ളതാണ് നോക്കുന്നത് അല്ലേ. അവിടെ ശരിക്കും ആക്ച്വലി വരുന്ന L/D വാല്യൂ L/D മാക്സിമം വാല്യൂവിനേക്കാളും കുറവാണെന്നുള്ളത് നമ്മൾ ഉറപ്പ് വരുത്തുക ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞാൽ L/D പ്രൊവൈഡഡ് ലെസ് ദാൻ L/D മാക്സ് എന്ന് വന്നു കഴിഞ്ഞാൽ ഡിഫ്ലക്ഷൻ്റെ ക്രൈറ്റീരിയ സേഫ് ആവുന്നുള്ളതാണ്. അപ്പോൾ L/D മാക്സ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് L/D ബേസിക് ഇൻറ്റു KC ഇൻറ്റു KT ഇൻറ്റു KF ആണ്. L/D ബേസിക് സിംപ്ലി സപ്പോർട്ടിൻ്റെ കേസിൽ 20 ആണ്. ഇവിടെ KC KT വാല്യൂ ഉണ്ടാവും, KF വാല്യൂ
കൺസിഡർ ചെയ്യേണ്ട കാര്യമില്ല, അല്ലെങ്കിൽ KF വാല്യൂ 1 എന്നുള്ള രീതിയിൽ എടുക്കാം. ഓക്കെ, കാരണം നമ്മൾ മുന്നേ ചെയ്തതിൽ സിംഗിളി റീഇൻഫോഴ്സ്ഡ് ചെയ്ത സമയത്ത് അവിടെ KT എന്ന് പറയുന്നതിന് കറസ്പോണ്ടിങ് ആയിട്ട് വാല്യൂ ഉണ്ടായിരുന്നുള്ളൂ. KCയും KFും നമ്മൾ 1 എന്നുള്ള രീതിയിൽ എടുക്കുകയാണ്, അല്ലെങ്കിൽ അത് കൺസിഡർ ചെയ്യേണ്ട കാര്യമില്ലായിരുന്നു. കാരണം അവിടെ കംപ്രഷൻ റീഇൻഫോഴ്സ്മെൻറ്റ് ഇല്ല സിംഗിളി റീഇൻഫോഴ്സിൻ്റെ കേസിൽ വരുമ്പോൾ. എന്നാൽ ഇവിടെ കംപ്രഷൻ റീഇൻഫോഴ്സ്മെൻറ്റും ഉണ്ട്, ടെൻഷൻ റീഇൻഫോഴ്സ്മെൻറ്റും ഉണ്ട്. ഓക്കെ, ഫ്ലാഞ്ചഡ് സെക്ഷന് കറസ്പോണ്ടിങ് ആയിട്ടാണ് KF എന്ന് പറയുന്ന വാല്യൂ വരുന്നത്. ഇതിപ്പോൾ റെക്റ്റാങ്കുലർ സെക്ഷൻ ആയതുകൊണ്ട് KF വാല്യൂ വേണ്ട. കംപ്രഷൻ റീഇൻഫോഴ്സ്മെൻറ്റിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള മോഡിഫിക്കേഷൻ ഫാക്ടർ KC എന്ന് പറയുന്ന വാല്യൂ, ടെൻഷൻ റീഇൻഫോഴ്സ്മെൻറ്റിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള മോഡിഫിക്കേഷൻ ഫാക്ടർ KT എന്ന് പറയുന്ന വാല്യൂ നമ്മളിതിൽ കൺസിഡർ ചെയ്യണം. ഓക്കെ, KF = 1 എടുക്കാം. ഇനി ആദ്യം KT വാല്യൂ കണ്ടുപിടിക്കാൻ പോവുകയാണ്. KT വാല്യൂ ഫിഗർ 4 എന്നാണ് നമ്മൾ എടുക്കുന്നത്. അപ്പോൾ ഫിഗർ 4ൻ്റെ അടിയിലായിട്ട് FS = എന്ന് പറഞ്ഞ ഇക്വേഷൻ ഉണ്ട്. അപ്പോൾ FS വാല്യൂ നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യാം. FS = 0.58 × 415 × AST required divided by AST provided. AST requiredും AST providedും തമ്മിൽ ഡിഫറൻസ് ഉണ്ട്. അപ്പം AST required 1479.263 ആണ്. AST provided എന്ന് പറയുന്നത് 1570.79 mm² ആണ്. ഓക്കെ, അപ്പോൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ FS വാല്യൂ = 226.674 Nm² എന്ന് പറഞ്ഞ് കിട്ടും. ഓക്കെ, ഫിഗർ 4 നോക്കിക്കഴിഞ്ഞാൽ അതിൽ പെർസെൻറ്റേജ് ഓഫ് ടെൻസൈൽ റീഇൻഫോഴ്സ്മെൻറ്റ് ഉണ്ട് X ആക്സിസിന് കറസ്പോണ്ടിങ് ആയിട്ട്. അപ്പോൾ പെർസെൻറ്റേജ് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ചിട്ടുണ്ട് അല്ലേ, ഷിയറിൻ്റെ സ്റ്റെപ്പിൽ പെർസെൻറ്റേജ് കണ്ടുപിടിച്ചിട്ടുണ്ട് ടെൻഷൻ റീഇൻഫോഴ്സ്മെൻറ്റിൻ്റെ. അത് 1.396% ആണ്. അപ്പോൾ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് അതുപോലെ തന്നെ FS വാല്യൂ 226.674 കറസ്പോണ്ടിങ് ആയിട്ടുള്ള KT വാല്യൂ ആണ് ഐഡൻറ്റിഫൈ ചെയ്യേണ്ടത്. അപ്പോൾ ഫിഗർ 4 ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ, ഫിഗർ 4 നോക്കിക്കഴിഞ്ഞാൽ പെർസെൻറ്റേജ് 1.396 അതുപോലെ തന്നെ FS വാല്യൂ 226.674 കറസ്പോണ്ടിങ് ആയിട്ട് KT വാല്യൂ 0.95 എന്നുള്ളത് എടുക്കാനായിട്ട് പറ്റും. ഓക്കെ, ഇത് എക്സ്പ്ലെയിൻ ചെയ്തത് ഇത് എടുക്കുന്നത് ഞാൻ ഓൾറെഡി എക്സ്പ്ലെയിൻ ചെയ്തിരുന്നു. അപ്പോൾ KT വാല്യൂ = 0.395 എന്ന് പറഞ്ഞ് കിട്ടും. ഇനി നമുക്ക് KC വാല്യൂ കണ്ടുപിടിക്കണം. KC വാല്യൂ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് പെർസെൻറ്റേജ് ഓഫ് കംപ്രഷൻ റീഇൻഫോഴ്സ്മെൻറ്റ്, ഓക്കെ, കംപ്രഷൻ റീഇൻഫോഴ്സ്മെൻറ്റിൻ്റെ പെർസെൻറ്റേജ് കണ്ടുപിടിക്കണം. അപ്പോൾ AC / BD × 100. AC എന്ന് പറയുമ്പോൾ ഏരിയ ഓഫ് കംപ്രഷൻ സ്റ്റീൽ, അതായത് പ്രൊവൈഡ് ചെയ്യുന്ന ഏരിയ ഓഫ് സ്റ്റീൽ ഇൻ കംപ്രഷൻ, ഡിവൈഡഡ് ബൈ BD × 100 ചെയ്ത് കഴിഞ്ഞാൽ ACൻ്റെ പെർസെൻറ്റേജ് കിട്ടും. 402.12 ഡിവൈഡ് ബൈ 250 × 450 × 100 ചെയ്ത് കഴിഞ്ഞാൽ 0.357% എന്ന് പറഞ്ഞ് കിട്ടും. ഓക്കെ, അപ്പോൾ ഫിഗർ 4 ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ X ആക്സിസിൽ പെർസെൻറ്റേജ് ഓഫ് കംപ്രഷൻ റീഇൻഫോഴ്സ്മെൻ്റ് ആണ്. അപ്പോൾ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് നേരെ മേലോട്ട് എക്സ്റ്റെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ആ കേവിൽ ഒരു പോയിന്റിൽ മീറ്റ് ചെയ്യും. ആ കേവിൽ മീറ്റ് ചെയ്യുന്ന പോയിന്റിന് കറസ്പോണ്ടിങ് ആയിട്ട് Y ആക്സിസിലുള്ള വാല്യൂ ആണ് മോഡിഫിക്കേഷൻ ഫാക്ടർ KC. അപ്പോൾ നമ്മളത് ചെയ്യുമ്പം KC = 1.1 എന്ന് പറഞ്ഞു കിട്ടും. ഓക്കെ, L/D മാക്സ് വാല്യൂ അപ്പോൾ നമുക്ക് കണ്ടുപിടിക്കാം. L/D മാക്സ് = L/D ബേസിക് × KT × KC × KF. ഓക്കെ, ഇവിടെ KT വാല്യൂ 0.95 ആണ്, KC വാല്യൂ 1.1 ആണ്. ഓക്കെ, അപ്പോൾ L/D മാക്സ് = 20 × 0.95 KT × 1.1 KC × KFൻ്റെ വാല്യൂ 1, അല്ലെങ്കിൽ അത് കൺസിഡർ ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല. അപ്പോൾ L/D മാക്സിമം = 20.9 എന്ന് പറഞ്ഞു കിട്ടും. ഓക്കെ, L/D പ്രൊവൈഡഡ് എന്ന് പറയുന്നത് ഇവിടെ L എന്ന് പറയുന്നത് 5000 mm ആണ്, ഡിവൈഡ് ബൈ D എന്ന് പറയുന്നത് 450 ആണ്. ചെയ്ത് കഴിഞ്ഞാൽ 11.11 എന്ന് കിട്ടും. അതായത് L/D പ്രൊവൈഡഡ് ഈസ് ലെസ് ദാൻ L/D മാക്സ്, അല്ലെങ്കിൽ L/D മാക്സ് ഈസ് ഗ്രേറ്റർ ദാൻ L/D പ്രൊവൈഡഡ് ആണ്. അപ്പോൾ ആ കണ്ടീഷൻ അങ്ങനെ വന്നതുകൊണ്ട് ഹെൻസ് സേഫ് ഇൻ ഡിഫ്ലക്ഷൻ, അതായത് ഡിഫ്ലക്ഷൻ്റെ കേസിൽ ഈ ഒരു ബീം സേഫ് ആണ്. ഓക്കെ, അതായത് L/D മാക്സ് ഈസ് ഗ്രേറ്റർ ദാൻ L/D പ്രൊവൈഡഡ്. ഓക്കെ, സ്റ്റെപ്പ് 8 ചെക്ക് ഫോർ ഡെവലപ്മെൻറ്റ് ലെങ്ത്. ഇപ്പോൾ ഡെവലപ്മെൻറ്റ് ലെങ്ത് ചെക്ക് ചെയ്യാനായിട്ട് ആദ്യം ഡെവലപ്മെൻറ്റ് ലെങ്ത് കണ്ടുപിടിക്കണം. LD = 0.87 FY × 5 ഡിവൈഡ് ബൈ 4 tau BD. അപ്പോൾ അതിൽ FY എന്ന് പറയുന്ന 415, ഡയമീറ്റർ എന്ന് പറയുന്നത് ടെൻഷൻ സ്റ്റീലിൻ്റെ ഡയമീറ്ററാണ് 20, ഡിവൈഡ് ബൈ 4 × tau BD. tau BD എന്ന് പറയുന്നത് പേജ് നമ്പർ 43 ടേബിളിൻ്റെ അകത്തുനിന്ന് M20 ഗ്രേഡ് കോൺക്രീറ്റിന് കറസ്പോണ്ടിങ് ആയിട്ട് 1.2 ആണ്. HYSD ബാസ് യൂസ് ചെയ്യുന്നത് കൊണ്ട് എന്ത് ചെയ്യണം, 60% അഡീഷണലി എടുക്കണം. അതുകൊണ്ടാണ് 1.6 ഇട്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നത്. 1.6 × 1.2 ചെയ്ത് കഴിഞ്ഞാൽ 1.2ൻ്റെ 60% കൂടി അഡീഷണൽ എടുത്തിട്ടുള്ള വാല്യൂ ആണ് ഇവിടെ കിട്ടുക. ഓക്കെ, അപ്പോൾ 0.87 × 415 × 20 ഡിവൈഡ് ബൈ 4 × 1.6 × 1.2 ചെയ്ത് കഴിഞ്ഞാൽ LD വാല്യൂ അവിടെ കിട്ടും. 940.23 mm ആണ്.
അപ്പോൾ എൽ ഡി വാല്യൂ ഷുഡ് ബി ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1.3 m1 ബൈ വി പ്ലസ് L0. ഓക്കെ, ഇതാണ് ഇക്വേഷൻ. 1.3 അവിടെ വന്നത്. ഇത് റീഇൻഫോഴ്സ്മെൻറ്റിൻ്റെ എൻഡ് കൺഫൈൻഡ് ആണ് കംപ്രഷൻ റിയാക്ഷനായിട്ട്. ഓക്കെ, കംപ്രഷൻ റിയാക്ഷൻ മുഖേന കൺഫൈൻഡ് ആവുന്നുണ്ട്. അതായത് സിംപ്ലി സപ്പോർട്ട് വരുമ്പോൾ താഴോട്ടേക്ക് ലോഡ് വരുന്നുണ്ട്. അതേപോലെ സപ്പോർട്ട് റിയാക്ഷൻ മേലോട്ട് ആക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ സപ്പോർട്ടിൻ്റെ പോർഷനിലേക്കാണ് ഈ റീഇൻഫോഴ്സ്മെൻറ്റ് എൻഡ് വരിക. അപ്പോൾ ആ എൻഡിലേക്ക് കംപ്രഷൻ റിയാക്ഷൻ വരുന്നത് കൊണ്ട് 1.3 എന്ന് പറയുന്ന അഡീഷണൽ ഫാക്ടർ ഇവിടെ പ്രൊവൈഡ് ചെയ്യണം. ഓക്കെ, സിംഗ്ലി റീഇൻഫോഴ്സ്ഡും പ്രൊവൈഡ് ചെയ്യണം. അപ്പോൾ എൽ ഡി ഷുഡ് ബി ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1.3 m1 ബൈ വി പ്ലസ് L0. കൺസിഡർ നോ ബെൻഡ് ഹോർ ഹുക്ക്, ദാറ്റ് ഈസ് L0 ഈസ് ഈക്വൽ ടു 0 എന്നുള്ള രീതിയിൽ കൺസിഡർ ചെയ്തിട്ട് ഇത് ഓക്കെ ആണോ എന്നുള്ള ചെക്ക് ചെയ്യണം ആദ്യം. അപ്പോൾ ഞാൻ L0 എന്നുള്ള 0 എടുത്തു. അപ്പോൾ ഇനി ഞാൻ പ്രൂവ് ചെയ്യേണ്ടത് എൽ ഡി ഷുഡ് ബി ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1.3 m1 ബൈ വി എന്നുള്ളതാണ്. ഇൻ കേസ് അത് സാറ്റിസ്ഫൈ ആവുന്നില്ല എന്നുണ്ടെങ്കിൽ, എൽ ഡി ഗ്രേറ്റർ ദാൻ 1.3 m1 ബൈ വി ആണ് വരുന്നതെങ്കിൽ L0ക്ക് വാല്യൂ കൊടുത്തിട്ട് എന്ത് ചെയ്യണം, വീണ്ടും ചെക്ക് ചെയ്ത് നോക്കണം സാറ്റിസ്ഫൈ ആവുന്നുണ്ടോ എന്നുള്ളത്. ഇൻ കേസ് അത് സാറ്റിസ്ഫൈ ആയില്ല എന്നുണ്ടെങ്കിൽ ഞാൻ അവിടെ ബാറിൻ്റെ ടെൻഷൻ റീഇൻഫോഴ്സ്മെൻറ്റിൻ്റെ ഡയമീറ്റർ കുറയ്ക്കണം. ഓക്കെ, ഡയമീറ്റർ കുറച്ചിട്ട് വീണ്ടും ചെയ്യുമ്പോൾ അവിടെ എൽ ഡി വാല്യൂ കുറച്ച് കുറവ് വരും. ഡയമീറ്റർ കുറയുന്നതിനനുസരിച്ചിട്ട് എൽ ഡി വാല്യൂ കുറവ് വരും. എന്നിട്ട് സാറ്റിസ്ഫൈ ആവുന്നുണ്ടോ എന്നുള്ളത് അവിടെ ചെക്ക് ചെയ്യണം. ഓക്കെ, M1 is equal to 0.36 FCK BXU max into D minus 0.42 XU max plus FSC ASC into D minus D dash. ഇതിൽ M1 എന്ന് പറയുന്ന ടേം ഡബ്ല്യു റീഇൻഫോഴ്സ്ഡ് ആയതുകൊണ്ട് ഡബ്ല്യു റീഇൻഫോഴ്സ്ഡിൻ്റെ സെക്ഷനിൽ വരുന്ന മൊമെൻ്റ് ഓഫ് റെസിസ്റ്റൻസ് ആണ്. ഓക്കെ, അപ്പം മൊമെൻ്റ് ഓഫ് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് ഇത് രണ്ട് പോർഷനായിട്ട് നമുക്ക് എടുക്കാം. അതായത് MU ലിമിറ്റ് പ്ലസ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന കംപ്രഷൻ റീഇൻഫോഴ്സ്മെൻറ്റിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള അഡീഷണൽ മൊമെൻ്റ് ഓഫ് റെസിസ്റ്റൻസ്. ഓക്കെ, അതായത് സിംഗ്ലി റീഇൻഫോഴ്സ് സെക്ഷൻ അതിനൊരു മൊമെൻ്റ് ഓഫ് റെസിസ്റ്റൻസ് ഉണ്ട്. അതിൻ്റെ കൂടെ അഡീഷണലി നമ്മൾ കംപ്രഷൻ സോണിലും കൂടി റീഇൻഫോഴ്സ്മെൻറ്റ് കൊടുക്കുമ്പോൾ ആ കൊടുക്കുന്ന റീഇൻഫോഴ്സ്മെൻറ്റിന് കറസ്പോണ്ടിങ് ആയിട്ട് ഒരു അഡീഷണൽ മൊമെൻ്റ് ഓഫ് റെസിസ്റ്റൻസ് വരും. അതും കൂടി ആഡ് ചെയ്തിട്ടുള്ളതാണ് M1 എന്ന് പറഞ്ഞ് ഇവിടെ വരാം. ഓക്കെ, ടോട്ടൽ ആ ഡബ്ല്യു റീഇൻഫോഴ്സ് സെക്ഷൻ്റെ മൊമെൻ്റ് ഓഫ് റെസിസ്റ്റൻസ്, സിംഗ്ലി റീഇൻഫോഴ്സ് സെക്ഷൻ ആയിട്ടുള്ളപ്പോൾ ഉള്ള മൊമെൻ്റ് ഓഫ് റെസിസ്റ്റൻസ് പ്ലസ് കംപ്രഷൻ സോണിൽ റീഇൻഫോഴ്സ്മെൻറ്റ് കൊടുക്കുമ്പോൾ ഒരു അഡീഷണൽ മൊമെൻ്റ് ഓഫ് റെസിസ്റ്റൻസ് അവിടെ വരുന്നുണ്ട്. അതും കൂടി ആഡ് ചെയ്തിട്ടുള്ളതാണ് M1 എന്ന് പറയുന്നത്. ഓക്കെ, അതായത് നമ്മൾ മൊമെൻ്റ് ഓഫ് റെസിസ്റ്റൻസിൻ്റെ, അതായത് ഡബ്ല്യു റീഇൻഫോഴ്സ് സെക്ഷൻ്റെ അനാലിസിസ് ചെയ്ത സമയത്ത് മൊമെൻ്റ് ഓഫ് റെസിസ്റ്റൻസ് കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ ഇക്വേഷൻ യൂസ് ചെയ്തിട്ടുണ്ട്. ഇതാണ് ഇക്വേഷൻ യൂസ് ചെയ്തത്. 0.36 FCK BXU into D minus 0.42 XU plus FSC ASC into D minus D dash എന്നുള്ളതാണ് അനാലിസിസിൽ നമ്മൾ മൊമെൻ്റ് ഓഫ് റെസിസ്റ്റൻസ് കണ്ടുപിടിക്കാൻ ഡബ്ല്യു റീഇൻഫോഴ്സ്ഡിൻ്റെ യൂസ് ചെയ്തത്. അപ്പം അവിടെ 0.36 FCK BXU, അതിൽ XU അതുപോലെ തന്നെ D minus 0.42 XU എന്നുള്ള സ്ഥലത്ത് നമ്മളിവിടെ XU max ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്. കാരണം MU ലിമിറ്റിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വാല്യൂ ആയതുകൊണ്ട് XU max ആണ് അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടത്. അപ്പം നമ്മൾ ഓവർ റീഇൻഫോഴ്സ്ഡിന് കറസ്പോണ്ടിങ് ആയിട്ട് മൊമെൻ്റ് ഓഫ് റെസിസ്റ്റൻസ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് കൊടുക്കുന്ന അതേ ഇക്വേഷനാണ് ഇവിടെയും മൊമെൻ്റ് ഓഫ് റെസിസ്റ്റൻസ് കണ്ടുപിടിക്കാൻ വേണ്ടി പ്രൊവൈഡ് ചെയ്യുന്നത്. 0.36 FCK BXU max into D minus 0.42 XU max എന്ന് പറയുന്നത് MU ലിമിറ്റിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വാല്യൂ, MU ലിമിറ്റാണത്. ഓക്കെ, MU ലിമിറ്റാണ്. പ്ലസ് ഇവിടെ FSC ASC into D minus D dash എന്ന് പറയുന്നത് അഡീഷണൽ മൊമെൻ്റ് ഓഫ് റെസിസ്റ്റൻസ്, അതായത് കംപ്രഷൻ റീഇൻഫോഴ്സ്മെൻറ്റ് പ്രൊവൈഡ് ചെയ്യുന്ന മൊമെൻ്റ് ഓഫ് റെസിസ്റ്റൻസ് ആണ് FSC ASC into D minus D dash എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ വാല്യൂ നമുക്ക് കണ്ടുപിടിക്കാം. M1 ഈസ് ഈക്വൽ ടു ഡബ്ല്യു റീഇൻഫോഴ്സ്ഡ് ആയതുകൊണ്ടാണ്. സിംഗിളി ആണെങ്കിൽ നമുക്ക് 0.87 FIAST into D into 1 minus FIAST by FCK BD എന്ന് പറയുന്ന ഇക്വേഷൻ യൂസ് ചെയ്താൽ മതി. ഇത് ഡബ്ല്യു ആയതുകൊണ്ട് കംപ്രഷൻ റീഇൻഫോഴ്സ്മെൻറ്റും കൂടി അഡീഷണൽ മൊമെൻ്റ് ഓഫ് റെസിസ്റ്റൻസ് പ്രൊവൈഡ് ചെയ്യും. അപ്പോൾ M1 ഈസ് ഈക്വൽ ടു 0.36 into FCK 20 B 250 XU max 216 into D 450 minus 0.42 into XU max 216 plus FSC 361.05 ASC 402.12 into D minus D dash 450 minus 50. അപ്പോൾ M1 is equal to 197.76 kilonewton meter എന്ന് പറഞ്ഞു കിട്ടും. ഓക്കെ, വി എന്ന് പറയുന്നത് വി ഈസ് ഈക്വൽ ടു VU ഈസ് ഈക്വൽ ടു 150 kilonewton. അപ്പോൾ M1/V ഈസ് ഈക്വൽ M1/V എന്ന് പറയുന്നത്, അല്ലെങ്കിൽ M1/VU എന്ന് പറയുന്നത് ദാറ്റ് ഈസ് ഈക്വൽ ടു 197.76 ഡിവൈഡ് ബൈ 150 ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു 1.3184 മീറ്റർ. ദാറ്റ് ഈസ് ഈക്വൽ ടു 1318.4 mm. ഓക്കെ, ഇവിടെ 940.23 ഈസ് ലെസ് ദാൻ 1.3 ഇൻറ്റു 1318.4, അതായത് 940.23 ഈസ് ലെസ് ദാൻ 1713.92.
ഓക്കെ, അപ്പം LD is less than 1.3 m1/v plus L0, hence കോഡർ റിക്വയർമെൻറ്റ്സ് ആർ സാറ്റിസ്ഫൈഡ്. അതായത് ഈ കണ്ടീഷൻ ഇവിടെ സാറ്റിസ്ഫൈ ആയിട്ടുണ്ട്. m1/v എടുത്തപ്പോൾ തന്നെ LD-നെക്കാളും കൂടുതലാണ് വന്നത്. അപ്പോൾ 1.3 ഇൻറ്റു m1/v എടുക്കുമ്പോൾ കുറച്ചും കൂടി കൂടുതലാണ് വരുന്നത് LD-നെക്കാളും അല്ലേ. പ്ലസ് L0 നമ്മൾ തീരെ കൊടുത്തിട്ടില്ല, അപ്പോൾ അത് കൊടുക്കാതെ തന്നെ ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. അപ്പോൾ കോഡിൽ പറയുന്ന എല്ലാ റിക്വയർമെൻറ്റ്സും ഇവിടെ സാറ്റിസ്ഫൈഡ് ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ പ്രൊവൈഡ് ചെയ്തിരിക്കുന്ന ബാറിൻ്റെ ഡയ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, പ്രൊസീഡ് ചെയ്യാം. നമുക്കിത് പ്രാക്ടിക്കലി അപ്ലൈ ചെയ്യാമെന്നുള്ളൊരു കൺഫർമേഷൻ നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഡബിളി റീഇൻഫോഴ്സ്ഡ് ബീമിൻ്റെ ഡിസൈൻ ഇവിടെ കംപ്ലീറ്റ് ആയി. അപ്പോൾ നമ്മൾ ഈ ഡിസൈനിൽ നമ്മൾ ടെൻഷൻ റീഇൻഫോഴ്സ്മെൻറ്റ് കണ്ടുപിടിച്ചു, കംപ്രഷൻ റീഇൻഫോഴ്സ്മെൻറ്റ് കണ്ടുപിടിച്ചു, സ്റ്റിറപ്സ് കണ്ടുപിടിച്ചു. ഓക്കെ, അപ്പം നോർമലി സിംഗിളി റീഇൻഫോഴ്സ്ഡ് ബീമിൽ നമ്മൾ ഡയമെൻഷൻസ് കണ്ടുപിടിക്കുന്നുണ്ടായിരുന്നു. ഇതിൽ ഡയമെൻഷൻസ് നമ്മൾ കണ്ടുപിടിക്കേണ്ട കാര്യമില്ല, ഓൾറെഡി നമുക്ക് തന്നിട്ടുണ്ടാവും. ആ ഡയമെൻഷനിൽ റെസ്ട്രിക്റ്റ് ചെയ്തിട്ട് സ്ട്രക്ചർ സേഫ് ആക്കുക എന്നുള്ളതാണ് ഡബിളി റീഇൻഫോഴ്സ്ഡ് ബീമിൽ നമ്മൾ ചെയ്തത്. അപ്പോൾ ഇതിൽ കംപ്രഷൻ റീഇൻഫോഴ്സ്മെൻറ്റ്, ടെൻഷൻ റീഇൻഫോഴ്സ്മെൻറ്റ്, സ്റ്റിറപ്സ്, ബാക്കിയുള്ള ചെക്സ് ആണ് ഡിഫ്ലക്ഷൻ്റെ ചെക്കും അതുപോലെ തന്നെ ഡെവലപ്മെൻറ്റ് ലെങ്ത്തിൻ്റെ ചെക്കും വരുന്നത്. ഓക്കെ, ഇനി നമുക്ക് ഡിസൈൻ സമ്മറി എഴുതാം. ബീം സൈസ് ഓൾറെഡി തന്ന സൈസ് ഞാൻ എടുത്ത് എഴുതുകയാണ്, 250 mm/500 mm. മെയിൻ ടെൻസൈൽ റീഇൻഫോഴ്സ്മെൻറ്റ് ഞാൻ ഡിസൈൻ ചെയ്ത് കിട്ടിയ ടെൻസൈൽ റീഇൻഫോഴ്സ്മെൻറ്റ് 5 numbers of 20 mm diameter bars of HYSD ആണ് അല്ലേ. അപ്പോൾ 20 mm ഡയമീറ്ററുള്ള 5 ബാസാണ് ടെൻസൈൽ റീഇൻഫോഴ്സ്മെൻ്റ് ആയിട്ട് പ്രൊവൈഡ് ചെയ്യുന്നത് ഓഫ് FE 415 ഗ്രേഡ് അല്ലേ. അതേപോലെ മെയിൻ കംപ്രഷൻ റീഇൻഫോഴ്സ്മെൻറ്റ് പ്രൊവൈഡ് ചെയ്യുന്നത് 2 numbers of 16 mm ഡയമീറ്റർ ബാസാണ്. ഇതും FE 415 ഗ്രേഡ് തന്നെയാണ്. ഇനി ഷിയർ റീഇൻഫോഴ്സ്മെൻറ്റ് ഈസ് ഈക്വൽ ടു 8 mm ഡയ 2-legged വെർട്ടിക്കൽ സ്റ്റിറപ്സ് അറ്റ് 220 mm സെൻറ്റർ ടു സെൻറ്റർ സ്പേസിങ്. അപ്പോൾ സ്റ്റിറപ്സിൻ്റെ ഡീറ്റെയിൽസും ഇവിടെ എഴുതിയിട്ടുണ്ട് ഡിസൈൻ സമ്മറിയിൽ. ഇനി നമുക്ക് ഫിഗർ വരയ്ക്കാം. അപ്പോൾ ഇത് ക്രോസ് സെക്ഷനാണ്. ക്രോസ് സെക്ഷൻ നിങ്ങൾ ഏത് പ്രോബ്ലം ചെയ്താലും നിർബന്ധമായിട്ടും ബീമിൻ്റെ ഏത് പ്രോബ്ലം ചെയ്താലും ക്രോസ് സെക്ഷൻ വരയ്ക്കണം. അപ്പോൾ ഇവിടെ ഞാൻ B 250 മാർക്ക് ചെയ്തു, ഓവറോൾ ഡെപ്ത് 50 മാർക്ക് ചെയ്തു, എഫക്റ്റീവ് കവർ 50 mm എന്നുള്ളത് ഞാനിവിടെ മാർക്ക് ചെയ്തു. ബോട്ടത്തിലുള്ള ടെൻഷൻ റീഇൻഫോഴ്സ്മെൻറ്റിന് കറസ്പോണ്ടിങ് ആയിട്ടാണ് മാർക്ക് ചെയ്ത്. അത് ഇപ്പോൾ ടോപ്പിൽ കംപ്രസർ റീഇൻഫോഴ്സ്മെൻറ്റിനും കറസ്പോണ്ടിങ് ആയിട്ട് മാർക്ക് ചെയ്യാം, അതെങ്ങനെയായാലും കുഴപ്പമില്ല. 50 mm ഞാൻ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി ഞാൻ ഡിസൈൻ ചെയ്ത കംപ്രഷൻ റീഇൻഫോഴ്സ്മെൻറ്റിൻ്റെ ഡീറ്റെയിൽസ് എഴുതണം. 2 numbers of 16 mm ഡയമീറ്റർ ബാസ്. ഓക്കെ, ടോപ്പിൽ. ഓക്കെ, നമ്മൾ സിംഗിളി റീഇൻഫോഴ്സ് ചെയ്യുന്ന സമയത്ത് അവിടെ ഹാങ്കർ ബാസ് എന്ന് മാർക്ക് ചെയ്യേണ്ടായിരുന്നുള്ളൂ. ഇവിടെ 2 numbers of 16 mm ഡയമീറ്റർ ബാസ് നമ്മൾ ഡിസൈൻ ചെയ്തിട്ട് കിട്ടിയിട്ടുള്ള കാര്യങ്ങൾ അവിടെ എഴുതണം. അതേപോലെ സ്റ്റിറപ്സ് 8 mm ഡയ 2-legged സ്റ്റിറപ്സ് അറ്റ് 220 mm സെൻറ്റർ ടു സെൻറ്റർ സ്പേസിങ്. അതേപോലെ ബോട്ടത്തിൽ 5 numbers of 20 mm ഡയമീറ്റർ ബാസ്. നമ്മൾ ഡിസൈൻ ചെയ്ത കംപ്രഷൻ റീഇൻഫോഴ്സ്മെൻറ്റും ടെൻസൈൽ റീഇൻഫോഴ്സ്മെൻറ്റും സ്റ്റിറപ്പും ഇവിടെ മാർക്ക് ചെയ്യണം എന്നുള്ളതാണ്. ഓക്കെ, ഇനി ഇൻ കേസ് നിങ്ങളോട് ലോഞ്ചിറ്റ്യൂഡിനൽ സെക്ഷൻ ചോദിക്കുകയാണെങ്കിൽ മാത്രം ലോഞ്ചിറ്റ്യൂഡിനൽ സെക്ഷൻ വരച്ചാൽ മതി. അപ്പോൾ ഞാൻ അതും കൂടി ഇവിടെ ഞാൻ വരയ്ക്കുകയാണ്. ഇപ്പം നിങ്ങൾക്ക് ഇവിടെ കാണാം ടോപ്പിൽ 2 numbers of 16 mm ഡയമീറ്റർ ബാസ്, അതേപോലെ ബോട്ടത്തിൽ 5 numbers of 20 mm ഡയമീറ്റർ ബാസ്, അതേപോലെ സ്റ്റിറപ്സ് 8 mm ഡയ 2-legged സ്റ്റിറപ്സ് അറ്റ് 220 mm സെൻറ്റർ ടു സെൻറ്റർ. അതിൻ്റെ സ്പേസിങ് ഞാൻ അതിൻ്റെ അകത്തും കാണിച്ചിട്ടുണ്ട്, 220 mm എന്നുള്ളത്. ഓക്കെ, ഓവറോൾ ഡെപ്തേ നമുക്ക് ലോഞ്ചിറ്റ്യൂഡിനൽ സെക്ഷനിൽ കാണിക്കാൻ പറ്റും, 50 mm 500 mm കാണിച്ചിട്ടുണ്ട്. ഓക്കെ, ഇനി ഇൻ കേസ് നിങ്ങൾക്ക് അവിടെ ക്ലിയർ സ്പാൻ ആണ് തന്നിട്ടുള്ളതെങ്കിൽ ക്ലിയർ സ്പാൻ മാർക്ക് ചെയ്യാം. ഇല്ലെങ്കിൽ സെൻറ്റർ ടു സെൻറ്റർ ഡിസ്റ്റൻസ് അവൈലബിൾ ആണെങ്കിൽ, സപ്പോർട്ടിൻ്റെ സെൻറ്റർ ടു സെൻറ്റർ ഡിസ്റ്റൻസ് അവൈലബിൾ ആണെങ്കിൽ അത് മാർക്ക് ചെയ്യാം. ഇവിടെ നമുക്ക് എഫക്റ്റീവ് സ്പാൻ തന്നതുകൊണ്ട് അത് ചിലപ്പം L+ എഫക്റ്റീവ് ഡെപ്തും ആവാം അല്ലേ, അതുകൊണ്ട് നമുക്കത് ഉറപ്പിക്കാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് ഞാനിവിടെ മാർക്ക് ചെയ്തിട്ടില്ല. ഇൻ കേസ് ക്ലിയർ സ്പാൻ അതുപോലെ തന്നെ സെൻറ്റർ ടു സെൻറ്റർ ഡിസ്റ്റൻസ് ഏതെങ്കിലും അവൈലബിൾ ആണെങ്കിൽ അതും കൂടി ഇതിൽ മാർക്ക് ചെയ്യണം. നമ്മൾ സിംഗിളി റീഇൻഫോഴ്സ്ഡ് ബീമിൻ്റെ ഡിസൈൻ കഴിഞ്ഞിട്ട് ഫിഗർ വരച്ചപ്പോൾ അവിടെ ക്ലിയർ സ്പാൻ മാർക്ക് ചെയ്തിട്ടുണ്ട്. അത് അവൈലബിൾ ആണെങ്കിൽ അതും കൂടി നിങ്ങൾക്ക് ബോട്ടത്തിൽ ഇവിടെ മാർക്ക് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മുടെ ഈ പ്രോബ്ലം കഴിഞ്ഞു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം. ഓക്കെ, ഇത് ചെയ്ത് തന്നെ പ്രാക്ടീസ് ചെയ്യണം. 15 മാർക്കിന് ചോദിക്കാവുന്ന ചോദ്യമാണ്. ഓക്കെ, താങ്ക് യു.